Behind Woods presents 100 Days of Love, Arjun's Fans Festival, supported by Neethu's Academy, the best IELTS and OET institute in India. Let's put our hands together to welcome Arjun. അറിയില്ല, ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പുറത്തിറങ്ങി പറ്റിയ ആൾക്കാർ വരും, സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇവിടെ പലരും കേട്ടിട്ടില്ല. വരുമോ? ചിന്നച്ചേട്ടാ, ചിന്നച്ചേട്ടാ. കല്യാണം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരയുന്നു വെച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ആരുമില്ല അച്ചു, എനിക്ക് എന്നെ കാണണം എന്നുള്ളൊരു കാര്യം അവൻ എന്നോട് അത്രേ പറഞ്ഞുള്ളൂ. കരയുന്ന സൗണ്ട് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പിന്നെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ അത്ര വാല്യുബിൾ ആണെന്ന് തോന്നുന്നില്ല, ഇല്ലാതിരിക്കുമ്പോഴാണ് വാല്യുബിൾ. ആവുമ്പോഴാണല്ലോ പലതിന്റെയും വാല്യൂ മനസ്സിലാവും. അവള് ഷീസ് ലൈക്ക് മദർ. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ശ്രീതുയുടെ അമ്മ വന്ന് സംസാരിച്ച കാര്യം എപ്പോഴേലും അർജുന് ഹേർട്ടായോ? അർജുന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ഹർഷ ലൈവായിട്ട് വരയ്ക്കാൻ പോവാ. ഐസ് എങ്ങനെ വേണം? എക്സ്പ്രസീവ് ആയിരിക്കണം, ഡിസ്നി ഐസ് ഒക്കെ പോലത്തെ. നോസ് എങ്ങനെ വേണം? എന്റെ മൂക്ക് പോലെ. ലിപ്പ് എങ്ങനെ വേണം? ലോവർ ലിപ്സും അപ്പർ ലിപ്സും സെയിം. തുറന്ന് കണ്ടോളൂ അതിനെ. എന്റെ ലൈഫിൽ ഇത്രയും ക്രഷ് തോന്നിയ വേറൊരാളില്ല. സത്യാണോ? I fell in love with the moment I saw you. ഓരോ കണ്ടസ്റ്റൻസും വരുമ്പോഴത്തേക്കും അർജുന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. വേണ്ട, ഇത് മറ്റൊരാളുടെ ലവ് ലെറ്റർ വായിക്കുന്നത് തെറ്റല്ലേ? I do not write a proper letter, but I love you so much. കഴിക്കാൻ കുബൂസ്, ബാത്റൂമിൽ കക്കൂസ്, നീയാണ് എന്റെ കുട്ടൂസ്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി, അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത്. ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് തന്നെ അർജുൻ സ്കീമുമില്ല, അങ്ങനെയാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു പുതിയ റോളിലാണ്. എൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ 100 ദിവസം ബിഗ് ബോസ് പോലുള്ള ഒരു വലിയൊരു ഷോയിൽ അതിജീവിച്ച് ജനമനസ്സുകളെ കീഴടക്കിയ ഒരു ചോക്ലേറ്റ് ബോയിനെ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ചോക്ലേറ്റ് ബോയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. Behind Wood presents 100 Days of Love, Arjun's Fans Festival, supported by Neethu's Academy, the best IELTS and OET institute in India. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ട് ഡിലേ ആക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് പുട്ട് our hands together to welcome അർജുൻ. വെൽക്കം ടു ദി ഷോ. ഹായ് ഹായ്. എങ്ങനെയുണ്ട് ലൈഫ്? എങ്ങനെയുണ്ട്? സുഖാണോ? ലൈഫിൽ സന്തോഷം, സുഖം, സന്തോഷം. പക്ഷെ അവിടുത്തെ സന്തോഷത്തിനേക്കാളും ഇവിടെ നോക്കിയേ, ഇതാണ് എന്റെ അവരുടെ സന്തോഷം. മുഖത്തുള്ള സന്തോഷം നോക്കിയേ. കാരണം ഇത്രയും സമയം അല്ലേ, അർജുൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. ഞാൻ മറ്റും ആയിരിക്കണം, ഒരാളിവിടെ ഉണ്ടാവില്ല അല്ലേ? അപ്പോ എന്താണ് ഇതിൽ കാണുമ്പോ തന്നെ മനസ്സിലാവൂലോ എത്ര പേരാണ്. അതിലും കൂടുതൽ ആരാന്ന് നോക്കിയേ, മൊത്തം പെൺകുട്ടികളാണ്. എന്താണ് അതിന്റെ റീസൺ? എന്താണ്? എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പുറത്തിറങ്ങുമ്പോൾ ഇത്ര ആൾക്കാർ വരും, ഇങ്ങനെ കാണും. എന്റെ ലൈഫ് സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത് കാണുമ്പോഴത്തേക്കും ലൈക്ക് ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. എന്താ പറയാ, പ്രത്യേകിച്ച് പെൺപിള്ളേരെ കാണുമ്പോ ഐ ഫീൽ വെരി ബ്ലെസ്ഡ് അല്ലേ?
അങ്ങനെയല്ല, സന്തോഷം. എല്ലാം എന്നെ കാണാൻ വന്ന എഫേർട്ട് മാറ്റേഴ്സ് എപ്പോഴും പറയും. അതെ correct. അപ്പം എന്നെ കാണാൻ വന്നതിലും എഫേർട്ട് എടുത്തതിലും അത് ഭയങ്കര ഒരു കാര്യമാണ്. വെരി ഗുഡ് വെരി ഗുഡ്. അതില് എഫേർട്ട് എന്ന് പറയുമ്പോ പലരും ഇവിടെയുള്ളവരല്ല, പലരും ദൂര അല്ല, സ്ഥലങ്ങളിലൊക്കെ. ഞാനും ചെറുപ്പത്തിൽ റീസെന്റ് വരെ ഞാൻ ഓരോരുത്തരെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകും. അപ്പൊ എന്നെ കാണാൻ ഇങ്ങനെ ഓരോരുത്തർ എഫേർട്ട് എടുത്ത് കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര അതിപ്പം ഭയങ്കര ഭയങ്കര സന്തോഷം അല്ലേ? സന്തോഷം അത്. അതെ ഓക്കെ. നമ്മൾ അധികം ആരും അറിയാത്ത ഒരു മോഡലായിട്ടാണ് അല്ലെ? അയ്യോ അങ്ങനെ പറഞ്ഞതല്ല ഇല്ല, കേട്ടോ. ഇല്ല. അധികം ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു മോഡലായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോ ജനമനസ്സുകളിൽ കീഴടക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഭാവി സിനിമാ താരമായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. സോ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താ തോന്നുന്നത്? ഇതിപ്പോ ഞാൻ മോഡലിംഗ് ചെയ്തൊരു 6 years ആയി മോഡലിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അന്നേരം ഒന്നും എനിക്ക് അറിയില്ല മോഡൽസിന്. ഇപ്പൊ അല്ലെങ്കിലും ഈ എന്നെ മാത്രമല്ല, മോസ്റ്റ്ലി കേരളത്തിലെ മോഡൽസിന് അങ്ങനെ വലിയ അണ്ടർ റേറ്റഡ് ആണ് ആൾക്കാർ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പിന്നെ റീൽസ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചറിയണല്ലോ, ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചുമ്മാ റീൽസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു, അല്ലാതെ അങ്ങനെ ആർക്കും അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ അതിൽ കയറി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കിനും എല്ലാവരും തിരിച്ചറിയുന്ന കാണുമ്പോൾ എനിക്കൊരു എന്താ പറയാ, ഇത് എനിക്ക് പറ്റാതാണോ നാട്ടുകാർക്ക് പറ്റാതെ അതുപോലത്തെ ഒരു ഇതല്ലേ? അതുപോലത്തെ അവസ്ഥ. ഓക്കെ. അപ്പൊ ഭയങ്കര സന്തോഷാണ്. ഭയങ്കര സന്തോഷം. ഐ ഫീൽ പ്രൗഡ് ആക്ച്വലി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേ വർഷം ഞാൻ നീയുള്ള സീസണിലാണെങ്കിലും ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ വൈൽഡ് കാർഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താണ്. ഇപ്പം ഇതിന്റെ ക്രൂവിന്റെ ആൾക്കാർ എന്നെ കണ്ടു മടുത്തുന്നതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ സ്വപ്നം കണ്ട സ്ഥലത്തെത്തി. ഞാൻ ഒരിക്കലും ടൈറ്റിൽ ഒന്നും സാധനം പ്രതീക്ഷിച്ചൊന്നും വന്നു. എനിക്കൊരു ഡ്രീം, വലിയൊരു അച്ചീവ്മെന്റ് ആണല്ലേ ആ ടൈറ്റിൽ. ഈ ഫസ്റ്റ് റണ്ണർ അപ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അത് ജനങ്ങൾ തന്നതാണ്. അർജുൻ ഇഷ്ടപ്പെട്ട്, അർജുന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട്, പ്ലേ ഇഷ്ടപ്പെട്ട്, എന്തായിരുന്നു ലാസ്റ്റ് ടൈമിലൊക്കെ ഉള്ള പെർഫോമൻസ്? അർജുൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ല, ഞാൻ എന്നിൽ വിശ്വസിച്ച് മാത്രം പോയ ആളാണ്. ഞാനിപ്പോ എന്റെ ഓഡിഷനിലും പറഞ്ഞത്, എന്റെ ഫസ്റ്റ് ഓഡിഷൻ ഞാൻ സീസൺ 4 സീസൺ 3 അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു മോഡലാണ്, ബട്ട് എനിക്കൊന്നും പറ്റാഞ്ഞൊരു മോഡലായിരുന്നു. വർക്ക്സ് കിട്ടുന്നില്ല, പിന്നെ എനിക്ക് ഇതിലൂടെ വേണം, രക്ഷപ്പെടണം എന്നും പറഞ്ഞ ആളാണ്. സീസൺ 4 5 സെയിം തന്നെ പറഞ്ഞു. 6 എനിക്ക് മനസ്സിലായി എന്റെ ഇല്ലായ്മ പറഞ്ഞിട്ട് കാര്യമില്ല. ഐ മീൻ എനിക്ക് മാറ്റി പിടിച്ചേക്കാൻ വിചാരിച്ചു. സോ ഞാൻ ഈ 1 year അതിനുവേണ്ടി തന്നെ മെനക്കിട്ടു. ലൈക്ക് എന്റെ അപ്പിയറൻസ് മാറ്റി, പിന്നെ വർക്ക്സ് കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഞാൻ മനസ്സിലായി എന്റെ USP എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ സെല് ചെയ്യാൻ നോക്കി. പിന്നെ നല്ല എൻ്റെ അമ്മ എപ്പോഴും പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പൊ ഞാൻ കരഞ്ഞു, എല്ലായിടത്തും ചാൻസ് ചോദിച്ചു. അമ്മ പറഞ്ഞ പോലെ തന്നെ പാല് കിട്ടി അല്ലേ? പാല് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അപ്പം അവരെന്നെ അവർക്ക് വാവ് ഫീൽ ചെയ്ത്. ഞാൻ നേരത്തെ അറ്റൻഡ് ചെയ്ത വേയും പിന്നെ അറ്റൻഡ് ചെയ്ത വേയും ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ എൻ്റെ അപ്പിയറൻസ് ആണെങ്കിലും മാറി. ഞാൻ ഡയറ്റ് ഒക്കെ എടുത്ത് കുറെ എൻ്റെ അപ്പിയറൻസ് മാറ്റി. സോ അത് ആ എഫേർട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സംസാരിച്ചു, ഞാൻ ഫുൾ ചിൽ. എന്നോട് ഗെയിം പറ്റി ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ആ മൊമെന്റ്, ആ 3 months എന്നുള്ള മൊമെന്റിൽ ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ വന്ന. അതും പിന്നെ ലൈക്ക് ഗെയിം പ്ലാൻ ഒക്കെ കാണും, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ വലിയ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ലൈക്ക് ഹാപ്പനിങ്, ലൈക്ക് എനിക്ക് വരാനുള്ള എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അതിലുള്ള എഫേർട്ട് ഞാൻ പുറത്തിട്ടിട്ടാണ് വന്നത്. ഞാൻ ഇത്രയും 6 years എനിക്ക് എഫേർട്ട് ഉണ്ടെങ്കിൽ അകത്ത് കിട്ടുന്ന എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഓടി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള കിട്ടും, അത്രേ ഉള്ളൂ. കൂട്ടം എന്ന് പറയുന്ന അർജുനായിട്ട് നിന്നു. അപ്പൊ പല കാര്യങ്ങളും മിറാക്കിൾസ് ചുറ്റും സംഭവിച്ചല്ലേ? ഓക്കെ. ലാൽ സാർ ആ സ്റ്റേജിൽ നിന്നിട്ട് ആ ഒരു സംഭവം പറഞ്ഞപ്പോ എന്തായിരുന്നു ഫീല്? ലാൽ സാർ, എനിക്കിപ്പോ ഞാൻ ലാൽ സാർ ഡിവോട്ട് ചെയ്യുന്ന സ്വയം പറയുന്നത്. എനിക്ക് പുള്ളിന്റെ ദൈവമാണ്. ഇതിനു മുമ്പാണ് ഞാൻ കുറെ വർഷമായിട്ട് പുള്ളി ഉദ്ദേശിച്ചു, ഞങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കാട്ടെ പുള്ളി. ഓക്കെ. ലാൽ സാർ ലൈക്ക് എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ പേടിയാവും. കാരണം ഞങ്ങൾ ഒരു പ്രിൻസിപ്പൾ വരുന്ന ഫീൽ ആയിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, രാവിലെ ആ പാട്ട് കേൾക്കുന്നു, എണീക്കുന്നു, ഡ്രസ് മാറിയിരിക്കുന്നു, PTA മീറ്റിംഗ്, പ്രിൻസിപ്പൾ വരുന്ന ഫീൽ ആണ്. പക്ഷെ ലാൽ സാറിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുള്ളിക്കാരൻ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മൊമെന്റ് എന്താ വെച്ചാൽ ബിഗ് ബോസിൽ ലാൽ സാറായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. അപ്പൊ വിഷുവിനാണെങ്കിലും എന്നെ വന്നിട്ട് പുറത്ത് കണ്ടോ എനിക്ക് അറിയില്ല, എനിക്കന്ന് പനിയായിരുന്നു. അപ്പൊ ലാൽ സാർ അന്ന് ആദ്യം വന്നിട്ട് എന്നെ ഇവിടെ തൊട്ട് നോക്കിയിട്ട് പനി കുറഞ്ഞു ചോദിച്ചു. അതെ അതെ. ഞാൻ ആദ്യം ഇങ്ങനെ കയറി എന്നെ ഇങ്ങനെ നോക്കി, പിന്നെ നോക്കി. അപ്പൊ ഞാൻ മെലിഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ അപ്പിയറൻസ് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പുള്ളിക്കാരൻ തോന്നുന്നു ചോദിച്ചു, പനി കുറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊന്ന് വിളിച്ചു. അപ്പൊ തന്നെ എനിക്ക് പനി കൂടി, സത്യം പറഞ്ഞു. കുറച്ചുകൂടെ ടെൻഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എത്ര പേര് ആഗ്രഹിക്കുന്നതാണ്. ലാൽ സാറെ കാണാൻ വരെ ഒരുപാട് പേര് എഫേർട്ട് ഇട്ടിട്ട് നടക്കുന്നില്ല. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര. അതെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു
മൊബൈൽ ബ്രാൻഡിന്റെ അതിന്റെ പരസ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാൽ സാറിന് എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ലാൽ സാറിന് പേര് കേട്ട് പോയതാണ്, എനിക്കറിയാം ബാക്കിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ പോയി പുള്ളിക്കാരനെ കാണാമെന്ന് ഓർത്തിട്ട് പോയി. ഇപ്പം ഞാനിവിടെ ആണെങ്കിൽ ലാൽ സാർ അവിടെയാണ്, ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഉള്ളത് എന്നെ കാണാം. പരസ്യം ഒന്ന് നീ മ്യൂട്ട് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. അന്ന് ഞാൻ അവിടെ വണ്ടി ലാൽ സാറിന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആന്റണി ചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹായ് ഒക്കെ കാണിച്ച് ചാറ്റ് വന്ന് അന്ന് എനിക്കറിയായിരുന്നു ഒരു ദിവസം എനിക്ക് പുള്ളിയുടെ കൂടെ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ പീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് ഒരുമിച്ച് പോയി ഇരിക്കാൻ പറ്റി, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റി, എന്നോട് കെട്ടിപ്പിടിച്ച് ചോദിച്ചു. അന്ന് എന്റെ കിളി പോയി. ബാക്കിൽ നിന്ന് അർജുൻ ഇപ്പൊ ലാൽ സാറിന്റെ കൂടെ നിന്ന്. ഓക്കെ, പിന്നെ എന്നെ പോലെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അർജുനിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഒരു 50 ദിവസത്തെ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അർജുന്റെ സിസ്റ്റർ. അല്ലേ അല്ലേ കണ്ടില്ലായിരുന്നോ? ചേച്ചി ഇങ്ങനെ നോക്കുക എന്നെ തന്നെയാണോ പറയുന്നതെന്ന്. അപ്പൊ അതിലെന്താ തോന്നുന്നേ? ഇല്ല, ഞാനത് എനിക്ക് കുറെ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടാണ് അറിയാം. നമുക്ക് അകത്തിരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടസ്റ്റൻസിന്റെ കാര്യം, നമ്മൾ എവിക്ഷൻ കാര്യങ്ങളൊക്കെ പറയും. പുറത്ത് നമ്മൾ ഇത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഫാമിലി വന്നിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അറിയുന്നില്ലല്ലോ. പുറത്ത് വന്നിട്ടാണ് ഓൾറെഡി കേട്ടു. എനിക്ക് എന്തൊരു ഇത് വന്നില്ല, കാരണം ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ, പക്ഷെ ചേച്ചിക്ക് വൺ ഫാൻ ബേസ് ആയിരുന്നു. ആൻഡ് അതിൽ പ്രത്യേകിച്ച് കുറെ ആരാധകന്മാരും ഉണ്ടായിരുന്നു. വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അറിഞ്ഞായിരുന്നല്ലേ? അത് ആ വിഷയം ചേട്ടൻ അറിഞ്ഞായിരുന്നോ? അറിയായിരുന്നല്ലേ? എന്ത് തോന്നി? സന്തോഷം. റോൾ മോഡൽ ഭർത്താവല്ലേ? എന്തായാലും ഭയങ്കര സന്തോഷായല്ലേ? അത് കൂടുതലും അർജുന്റെ സിസ്റ്റർ എന്നുള്ളൊരു ഇതിലാണ് കൂടുതലും. എല്ലാവർക്കും ഒരു അവനോടുള്ള റെസ്പെക്ട് എനിക്കും തന്നു. അതാണ് കൂടുതലും സംഭവിച്ചത് അവിടെ. അങ്ങനെയാണ് പറയാൻ ആഗ്രഹം. പക്ഷെ ചേച്ചിക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു നഗ്നമായ സത്യം. ഓക്കെ, അപ്പൊ പിന്നെ വേറൊരു കാര്യം, ഫുഡ് കഴിച്ചായിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല? ഓക്കെ, ഞാനും കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ പലരും ഫുഡ് കഴിച്ചിട്ടില്ല. എന്താ റീസൺ എന്നൊന്ന് ചോദിച്ചു നോക്കിയാ? എന്താ റീസൺ എന്ന് ചോദിച്ചു നോക്കിയാ? ഞാൻ പറയട്ടെ എന്താ കാര്യമെന്ന്. ഫുഡ് കഴിക്കാതെ എങ്ങാനും മയങ്ങി വീണാൽ അർജുൻ എടുത്ത് പൊക്കിയാലോ? അല്ലേ? അതാണ് അവരുടെ മോട്ടീവ്. അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ അർജുൻ ഒന്ന് പൊക്കിയാ മതി, എടുത്ത് പൊക്കിയാ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണ് ലിഫ്റ്റിംഗ് സ്റ്റാർ എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത് സംഭവം? അതും ഞാൻ എന്നോട് ഇപ്പം തിരിച്ചു കയറി വന്നപ്പോ എന്നോട് ഒരാൾ പറഞ്ഞത്, ഇവിടെ ആര് വീണാലും ഞാൻ എടുത്തോണ്ട് പോകുന്നത്. ശരി, ഞാൻ നോക്കിയപ്പോൾ സീരിയ ചേച്ചി വീണാലും ജാൻ വീണാലും വേറെ ആരും വീണു. സീരിയ ചേച്ചി 2 വർഷം, ജാൻ 2 വട്ടം വീണു. ഇപ്പൊ എന്റെ മുമ്പിൽ ഞാൻ നന്ദൂട്ടൻ വീണപ്പോഴും അത് തന്നെ. അതൊരു ഇതിപ്പോ പുറത്തായാലും നമുക്ക് നമ്മുടെ മുന്നിൽ ഒരാൾ വീഴുമ്പോൾ നമ്മൾ ഓടി ചെല്ലുമില്ലേ, അത് തന്നെ. അപ്പം വേഗം ചെല്ലും, എടുക്കും, കൊണ്ട് മെഡിക്കൽ റൂമിൽ. അതാണ് എന്റെ പണി അവിടെ ശരിക്കും. പക്ഷെ ഇവിടെ അവര് പലരും ആലോചിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അവർക്കൊക്കെ ഒന്ന് അർജുൻ പൊക്കി എടുത്താ കൊള്ളാന്ന് ആഗ്രഹമുണ്ട് അല്ലേ? കണ്ടോ? അപ്പൊ ലിഫ്റ്റിംഗ് സ്റ്റാറിന് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കുറെ പേർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്കൊന്ന് പൊക്കി എടുക്കാൻ താല്പര്യമുണ്ടെന്ന്. പേടിക്കണ്ട, പൊക്കി എടുപ്പിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർക്കെങ്കിലും സ്റ്റേജിലോട്ട് വരാൻ താല്പര്യമുണ്ടോ? പെൺകുട്ടികളെ വിളിച്ചത് ചേട്ടന്മാരെ കൈപോക്കുന്നേ അല്ല, ഫ്രം ഗേൾസ് ഉണ്ടോ? അയ്യോ ഒരാളെ, അയ്യോ കണ്ടോ എത്ര കൈയാ പോകുന്നതെന്ന്. ഒരാള്. ഇനി ഇവിടെ ഒരു ടാസ്ക് ചെയ്യാൻ പ്ലീസ് വാ. വായോ. എന്താ പേര്? മൃദുല. പഠിക്കാണോ? എന്താ പഠിക്കണേ? 7th. അർജുനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഇമിറ്റേറ്റ് ചെയ്തതോ? മാത്രല്ല, അപ്പൊ അത് മോളെ പൊക്കണോ അതോ ഇമിറ്റേറ്റ് ചെയ്യണോ? ഇമിറ്റേറ്റ് ചെയ്താ മതി. അപ്പൊ അർജുൻ നമ്മുടെ മൃദുല എന്നല്ലേ പേര്? മൃദുലയ്ക്ക് വേണ്ടിയിട്ട്, മൃദുല മാത്രല്ല ഇവിടെ കുറെ പേര് അർജുന്റെ ജാൻമണിയും അർജുന്റെ നോറയ്ക്കൊക്കെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്യാവോ? ആക്ച്വലി ഞാൻ അത് അന്നേരം വെറുതെ ചെയ്തതാണ്. അതൊന്നും അത്ര ആവുന്ന പ്രതീക്ഷയില്ല. പക്ഷെ അതിങ്ങ് കത്തി കയറി. അന്നേരം ചെയ്തപ്പോൾ നല്ലത്, ഇപ്പൊ ചെയ്യുന്നത് നല്ലതാണെന്നില്ല. നമ്മള് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി അല്ലെ? നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇനി എങ്ങനെ അർജുൻ നോ പറയും? എന്തൊരു സപ്പോർട്ടാ നോക്കിയാ. എന്തുവരെ ശരിക്കും നീ അതന്നെ ചിരിച്ചിട്ടാ. ഇല്ല, നമ്മളെല്ലാരും കട്ടിക്ക് കെട്ടി നിൽക്കൂലേ അല്ലേ? എന്തേലും ഹെൽപ്പ് വേണോ? നീ ആര്?
പക്ഷെ അവിടെ എന്താണെന്നറിയോ, അവിടെ നമ്മള് ഞാൻ ഈ ക്യാമറ ഉണ്ടെന്നൊന്നും വലിയ മൈൻഡ് ചെയ്യത്തില്ല, കോൺഷ്യസ് ആവില്ല. അപ്പൊ ഈ ആൾക്കാർ മുന്നിൽ ഒരു ചമ്മലുണ്ട്, അവിടെ വലിയ ചമ്മലൊന്നും തോന്നുന്നില്ല, അവിടെ എന്ത് കോപ്രായം കാണിക്കാന്നുള്ള മൂടാണ്. അതിപ്പോ നാട്ടുകാർ കാണുന്നുള്ള ഇടയ്ക്ക് അത് വിട്ടുപോകും. ഓക്കെ, എന്നാ പിന്നെ ഓക്കെ ശരി. എന്നാ പിന്നെ ജാൻമണി ജിൻഡോ ചേട്ടനെ എങ്ങനെയാ വിളിക്കുന്നതെന്ന് നമുക്ക് അർജുൻ ഒന്ന് കാണിച്ചു കൊടുത്താലോ? റെഡി? അതല്ലേ? റെഡി 3, 2, 1 ഗോ. ഓക്കെ അർജുൻ അതൊന്ന് കാണിക്കോ, ഞങ്ങളുടെ ജാൻമണി ആയിട്ട് ഒന്ന് ജിൻഡോ ചേട്ടനൊന്ന് വിളിച്ചാ. ഞാനത് ഇങ്ങനെ ചേട്ടാ കണ്ടോ, അതിനെന്തോരോ ഫാൻസ് ആണ്. ശരി, നമുക്ക് ഈ കുഞ്ഞിനൊന്ന് ലിഫ്റ്റ് ചെയ്താലോ? ഓടിവാ. നന്ദി വേണേ. റെഡി 1, 2, 3 ഗോ. സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് മൃദുല. എനിക്കൊരു ഷെയ്ക്കാൻഡെങ്കിലും തരുമോ? നന്ദി വേണേ. ശരി, പൊക്ക അച്ചടാ, ഞാൻ ഇത് ചോദിച്ചു വാങ്ങിച്ചതാ. അയ്യോ എന്റെ ഇന്നേറ്. താങ്ക് യു. മോള് പൊക്കോ, ബൈ. ഇവിടെ ഇരിക്കുന്നോ? വേണ്ട. നമ്മള് ജാൻമണി മാത്രം ചെയ്തു എന്ന് വെച്ചാൽ നോറയ്ക്ക് വിഷമാവൂലേ? നമുക്ക് ചെറുതായിട്ടൊന്ന് നോറയും കൂടെ ഒന്ന് നോക്കിയാലോ? നോറയുടെ എന്തുവായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തുവായിരുന്നോ? ഞാൻ ലാൽ സാർ അത് വീഡിയോ കാണിച്ചപ്പോഴാണ് ഞാനത് ശരിക്കും നോട്ട് ചെയ്യുന്നത്. അറിയുന്നല്ലേ? ഇപ്പം ഞാനത് കൺഫ്യൂഷൻ റൂമിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ, അതിന് തന്നെ നടക്കുന്നതെന്ന്. ഞാൻ ആ ടൈമിൽ എന്തോ കാണിച്ചു. അപ്പൊ നോറ വന്നിട്ട് പറഞ്ഞു, അവരെല്ലാം പറഞ്ഞു നോറ ഇത് തന്നെയാണ് ചെയ്യുന്നത് കൺഫ്യൂഷൻ റൂമിലെ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ റൂമിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയാം, പുറത്ത് പറയാനും പറ്റത്തില്ല. അപ്പം എന്നോട് കുറെ പേര് എന്ന് പറഞ്ഞു അത് തന്നെയാണ് നോറ അതിനകത്ത് ചെയ്യുന്നത്. അപ്പം അറിയില്ല, ഇത് എങ്ങനെയൊക്കെയോ ആയി. അത് മറന്നു തോന്നുന്നല്ലേ? കൺഫ്യൂഷൻ റൂമിൽ എന്തായിരുന്നു മറന്നെങ്കിൽ നമുക്ക് ഓഡിയൻസിന് നല്ല പോലെ അറിയാം അർജുൻ എന്താണ് ചെയ്തത് നോറയായിട്ടെന്ന്. നമുക്കൊന്ന് ചെയ്താലോ നോറയായിട്ട്? 3, 2, 1 ഗോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്. എന്തായാലും വൻ സപ്പോർട്ട് ആയിരുന്നല്ലേ അതിനൊക്കെ കിട്ടിയത്? എനിക്ക് അങ്ങനത്തെ ആക്ടിങ് എന്തെങ്കിലുമൊക്കെ ഒരു കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇപ്പൊ അത് കിട്ടിയില്ലേ? ഓർത്തില്ലേ? ഇനി ഓർമ്മ വന്നോ? ഇനി ഒന്ന് ചെയ്യാലോ? എനിക്കൊന്ന് വിഗ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആണല്ലേ? വിഗ് ഉണ്ടെന്ന് കരുതിയാ മതി. ബിഗ് ബോസ് നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അർജുന് പാട്ട് പാടി കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവര് ഉണ്ട്? യെസ്, വായ്. ഹായ്, പേരെന്താ? സുഷ്മ എവിടെന്നാ വരുന്നേ? പാലക്കാട്. ഞാൻ വന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. ശരി സുഷ്മ, അർജുനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ആദ്യം അർജുന്റെ ആക്ച്വലി ഫാൻ ആവുന്നത് റീൽസ് കണ്ടിട്ടുണ്ട് മുന്നേ. മൈക്ക് നേരെ പിടിക്കാം. റീൽസ് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൽ ആക്ച്വലി ഫാൻ ആവുന്നത് വെൻ യു ടോക്ഡ് അബൌട്ട് ഡിപ്രഷൻ ആൻഡ് ഹൗ യു ഫേസ്ഡ് ഇറ്റ്. ആൻഡ് ഒരാളെങ്കിലും എന്നെ കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ ബെഡിൽ നിന്ന് എണീറ്റിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വന്ന ആൾക്കാരാ. രണ്ടുപേരും വായോ. യെസ്, പ്ലീസ് പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. യെസ്, എന്താണ് ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ആ ഒരു ഇൻട്രോ സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഹൗ യു സ്റ്റേഡ് ഇൻ ആൻഡ് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എവിടെ എത്താത്തതിനെ പറ്റിയിട്ടൊക്കെ. ഞങ്ങൾ ആക്ച്വലി ബേസിക്കലി ഡോക്ടേഴ്സാണ്, പക്ഷെ ഞങ്ങൾ കറൻ്റ്ലി പെർസ്യൂ ചെയ്യണത് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഞങ്ങളും ഒരു 7-8 years ആയിട്ട് കോളേജിലൊക്കെ ഇരുന്നിട്ട് വി ഓൾസോ ഫെൽറ്റ് ലൈക്ക് ഫെയിലിയേഴ്സ് ആൻഡ് ഡിപ്രഷൻ കംസ് വിത്ത് ഇറ്റ്. ആൻഡ് യുവർ സ്പീച്ച് വാസ് റിയലി ഇൻസ്പയറിങ്. ആൻഡ് ഞാൻ അപ്പം തന്നെ വിചാരിച്ചിരുന്നു ഇഫ് ഹീ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഹി സേസ് ദറ്റ് എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പറ്റും. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നറൂട്ടോ, ഈവൻ ദോ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അർജുൻ പറഞ്ഞതിന് ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ഇറ്റ് ടു. സോ ബിഗ് ഫാൻ. ആൻഡ് ഇറ്റാച്ചി ആണല്ലേ ഫേവറേറ്റ്? എല്ലാവരും ഇഷ്ടം കക്കാശി, ഇറ്റാച്ചി, നറൂട്ടോ. അല്ല ഇതൊക്കെ ആനിമയുണ്ട്. അപ്പം അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നറൂട്ടോ ഭയങ്കര ഫാൻ ആണെന്ന്. അപ്പൊ അതിനുശേഷമാണ് നറൂട്ടോ കാണാൻ തുടങ്ങിയത്. ശരി, ഇതൊക്കെ ആരാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. യു കണ്ടിന്യൂ. അങ്ങനെ യു ആർ എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ
ആക്ച്വലി വി വർ നോട്ട് വെൽ ഫ്യൂ ഡേയ്സ് ബാക്ക് ബട്ട് ദെൻ ഇതിനായിട്ട് ഇങ്ങനെ വന്നതാ. So, ഇപ്പൊ എന്താ ഇപ്പൊ സൂപ്പർ വെല്ലാണ്. ഇപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജാൻമയുടെ സ്റ്റുഡൻസ് ഫസ്റ്റ് ബാച്ചിലെ. ഓക്കെ, അപ്പൊ പാട്ട് അർജുനുള്ള ട്രിബ്യൂട്ട് ആണല്ലേ? ഓക്കെ, നോറ പാടിയ പോലത്തെയാണോ ഇഷ്ടം? അത് ഓപ്ഷൻസ് പറഞ്ഞോളൂ. എന്നാ ആള് പാടും, അർജുൻ സ്റ്റെപ്പ് ഇടും. ഓക്കെ, ഇല്ലേ എന്നെങ്ങനെ നോക്കാം, കഴിയട്ടെ. I wanna come home to the roses and dirty little notes on post-its. And when my hair starts turning gray, you'll say I'm like a fine wine, better with age. I guess I learned it from my father. The true love starts with friendship. A kiss on the forehead, a date night, fake an apology after a fight. I need a man who's patient and kind, gets out of the car and holds the door. I wanna slow dance in the living room like we're 18 at senior prom and grow with someone who makes me feel young. I need a man who loves me like my father loves my mom. Wow. Thank you so much. ഗംഭീരായിട്ട് പാടിയല്ലേ? ഞാൻ വിചാരിച്ചിരുന്ന ചിലപ്പോ ഒരു വെണ്ണിയില ചന്ദനക്കിണ്ണം അതൊക്കെ ആയിരിക്കും പറഞ്ഞപ്പോ ഇത് ലെവല് വേറെ. ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലെ? ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇല്ല, ഞാൻ ശ്രീജൻ ഫാനാ ഭയങ്കരമായിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആണോ? അതെ അതെ ആണ്, ഭയങ്കരമായിട്ട്. അതിനുശേഷമാണ് ഞാൻ ഭയങ്കര ഫാൻ. കോൺസ്റ്റന്റ്ലി ഷെയർ റീൽസ് അങ്ങനെയൊക്കെ. നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വരുത്താം. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. പാട്ടി എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നമുക്കിരിക്കാം, ഇനി കുറെ സംസാരിക്കാനുണ്ട്. കമൺ, കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ അർജുനു വേണ്ടി കാണിക്കാം. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളോ അല്ലെങ്കിൽ അതുമായിട്ട് എന്താണ് പറയാൻ തോന്നുന്നത് നോക്കാം. കരാട്ടയിലൊക്കെ ഉണ്ടായിരുന്നു. അതത് അച്ഛന്റെ ബെൽറ്റ് ആണോ? അത് ബെൽറ്റ് എന്റെ ബെൽറ്റ് അല്ല, എന്തായാലും ഞങ്ങൾ ബ്ലാക്ക് നല്ല പോസ്. ഇത് റീക്രിയേറ്റ് ചെയ്യണോ? അർജുൻ ക്യൂട്ട് അല്ലേ ഇത്? ഇത് എന്ത് പോസാ? അതും കൂടെ പറയാം. എനിക്കറിയില്ല എന്തൊക്കെയാ കാശ്. ആണോ? നല്ല ഓർമ്മയുണ്ട്. സ്റ്റോറി ഉണ്ടെന്ന് നമുക്ക് ഇടുക്കിയിലാണ്, പൈനാവിൽ എന്തോ ഞങ്ങൾ കോട്ടയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചേട്ടൻ വന്നപ്പോഴത്തേന്. പണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമുണ്ട്. സാധാരണ നമുക്ക് അതിന്റെ സ്റ്റോറി എന്താന്ന് കേട്ടാലോ? കേക്കാലേ ചേച്ചി? അത് എന്തായിരുന്നു സ്റ്റോറി? ആ ഡ്രസ് എന്റെയാണ്, ആ ഡ്രസ് എന്റെയാണ്, ആ ബെൽറ്റ് എന്റെയാണ്. അർജുൻ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ? അല്ല, അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് ചെറുപ്പം മുതലേ അപ്പുന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, അവൻ പറയായിരുന്നു എനിക്ക് പറക്കണം, എനിക്ക് സൂപ്പർ ഹീറോ ആവണം എന്നൊക്കെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഈ സൂപ്പർമാൻ, സ്പൈഡർമാൻ അങ്ങനെയൊന്നും അത്ര വലിയ ഇതൊന്നും ഇല്ല. പക്ഷെ ഇവൻ സ്വന്തമായിട്ട് ഇതിപ്പോ ഒരു മതിലിന്റെ മേലെയാണ് നിൽക്കുന്നത് സംഭവം. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാനത് എനിക്ക് പുതിയതായിട്ട് ഇട്ട ഡ്രസ്സാണത്. ഞാനത് കൊണ്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ പറയും എനിക്കത് ഇടണം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ഓട്ടമായിരുന്നു കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിട്ട്. അന്നേരം ഇട്ട പോസാണിത്. ഇനി ഇതിൽ കൂടുതൽ ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, അർജുൻ സിംഗിൾ ആണോ അതോ റിലേഷൻഷിപ്പ് ഉണ്ടോ അതോ മുന്നേ വല്ല ബ്രേക്കപ്പ് അങ്ങനത്തെ സ്റ്റോറീസ് അറിയാൻ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യമാണ്, ഇൻക്ലൂഡിങ് മീ. റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സ്കൂളിങ്ങിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഡിഗ്രി കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്, ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോ ഇല്ല. എല്ലാ ഫീലിംഗ്സ് ഉള്ള ഒരു മനുഷ്യനല്ലേ ഞാൻ. അപ്പൊ ഇപ്പൊ സിംഗിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഫോട്ടോസ് പറഞ്ഞോളൂ. ഫാമിലി പിക്ക് ആണ്. അതേതാ മൊട്ട? ഞാൻ തന്നെ. എല്ലാവരെയും പോലെ എനിക്കും എന്റെ ഫാമിലിയാണ് എന്റെ പ്രയോറിറ്റി. എനിക്കില്ലേലും അവർ നന്നായിട്ടിരിക്കണമെന്നൊരു ഇതുണ്ട്. എനിക്ക് എന്റെ അപ്പനും അമ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ആഗ്രഹം. അവർ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയതും. അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നെ അവരൊരു എന്താ പറയാ, അവരൊരു സപ്പോർട്ടും അവര് ഗൈഡ് ചെയ്യത്തില്ല ഒരു കാര്യത്തിൽ. അമ്മയാണെങ്കിൽ ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ എന്നെ അങ്ങനെ വിട്ടിട്ടില്ല. +2 കഴിയുമ്പോൾ തന്നെ ഞാൻ BA ലിറ്ററേച്ചർ എടുത്തായിരുന്നു. അപ്പൊ എന്നോട് +2 കഴിയുമ്പോൾ എന്നോട് പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള നീ എടുത്തു, നിന്റെ ലൈഫ് നീയാണ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം BA ലിറ്ററേച്ചർ എടുത്തിട്ട് ഞാൻ പിന്നെ മനസ്സിലായത് വലിയ എനിക്ക്
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. ഞാൻ ചെല്ലുന്ന മറ്റേ പഴയ ഇംഗ്ലീഷിലെ വർക്ക് ബുക്കിലെ സംഭവം ചിലപ്പോൾ അവിടെ ഫുൾ ഷേക്സ്പിയറിന്റെ കഥകളും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ ഞാൻ BBA എടുത്തു. ഡ്രോപ്പ് ഔട്ട് ചെയ്തോ? ഡ്രോപ്പ് ഔട്ട് Literature drop out ചെയ്തു. എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല? ഇല്ല, വീട്ടിലെ സപ്പോർട്ടാണ്. എന്റെ ലൈഫ് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ള ഇതാണ്. അതിനിടയ്ക്ക് ഞാനൊന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അമ്മ അർജുനെ തല്ലിയിട്ടേ ഇല്ലാന്ന്. അർജുൻ എങ്ങനെയായിരുന്നു കൊച്ചുനാളില്? ഭയങ്കര പാവം കുഞ്ഞായിരുന്നോ? തല്ലിയിട്ടില്ല. കൊച്ചിലെ എനിക്ക് ഓർമ്മയുണ്ട് എന്തോ തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ട്. കൊച്ചിലെ തല്ലി ഓർമ്മ. ഒരിക്കൽ ആ ഒരു വട്ടേ കിട്ടിയിട്ടുള്ളോ? ഞാൻ കേരളായിരുന്നു. കൊച്ചിലെ ഓർമ്മയുണ്ട്. അല്ലാതെ എന്തിനാ ഒരു വട്ടം തല്ലിയേ? TV റിമോട്ടോ അതെന്തോ സംഭവം, അതോ വണ്ടി ഒച്ച ഉണ്ടാക്കിയത് എന്തോ സംഭവമാണ്. അമ്മ ഭയങ്കര സപ്പോർട്ടാണല്ലോ. മമ്മി അങ്ങനെ ഭയങ്കര കേട്ടിട്ടുണ്ടായിരുന്നു. support അമ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ എല്ലാം അമ്മ തന്നെയാണ്. അപ്പൊ മമ്മി കാരണമാണ് ഇവിടെ ഇരിക്കുന്നതും എന്നെ അത്ര സപ്പോർട്ട് ചെയ്ത് എന്റെ എല്ലാം. പക്ഷേ സ്നേഹത്തോടെ ആണെങ്കിലും അർജുൻ അമ്മയെ വിളിക്കുന്നത് തള്ളേന്നാണ്. അതെങ്ങനെയാണ്? മീൻസ് വീട്ടിൽ അങ്ങനെയാണോ അത് പുറത്ത് പോയാലും അങ്ങനെ തന്നെയാണോ? എനിക്കറിയില്ല. വീട്ടില് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഈ തള്ളേന്ന് വിളിക്കും. ഞാൻ ഓഡീഷന് വിളിച്ചപ്പോ എന്റെ തള്ള കാരണം ഇവിടെ കണ്ടത്. ചിലവർക്ക് അതൊരു വിയേർഡായിട്ട് തോന്നും ആ പേര് വിളിക്കുമ്പോ. സ്നേഹം കൊണ്ട് വിളിക്കണം. സ്നേഹം കൊണ്ട് ഞാനും വിളിക്കണം. വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ സ്നേഹ കൂടുതൽ വരുമ്പോഴേ തള്ളേ ആ രീതിക്കാണ് വിളിക്കുന്നത്. ഓക്കെ. അച്ഛൻ ഒരു ഇന്റർവ്യൂലും മറ്റും പറയുന്നത് കേട്ടു, സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അച്ഛന്റെ ബിസി ലൈഫിൽ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ അതിൻ്റെതായ ഇത്, പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ലോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പുള്ളി അങ്ങനത്തെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. മലം കിട്ടുന്നതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ നോക്കും. പഠിത്തത്തിന്റെ കാര്യത്തിലും ഡ്രസ് ആണെങ്കിലും അങ്ങനെ നോക്കും. ഇടയ്ക്ക് അറിയില്ല, ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് വഴക്കുണ്ടാക്കും. സ്റ്റിൽ എന്റെ അപ്പം തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്. എന്റെ ഡ്രസ്സാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഇടുന്നത്. എന്റെ ഷർട്ട് പാൻറ്റൊക്കെ പുള്ളി എടുത്തിട്ട് പോകുന്നതാണ്. എന്റെ ഷൂസ് ഞാൻ മേടിച്ചൊക്കെ പുള്ളി ഇട്ടിട്ടുണ്ട് പോകും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇന്നലെ എയർപോർട്ടിൽ ഇട്ടുകൊണ്ട് ഒരു ഡ്രസ്സ് വന്നില്ലേ, അത് പപ്പയ്ക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? അത് കൊടുക്കില്ലല്ലേ? അത് ചിലപ്പോ പപ്പയും പ്രിഫർ ചെയ്യോ? ഡിറ്റാച്ച്ഡ്. അതെനിക്ക് ഞാൻ അവിടെ ഇറങ്ങിച്ചപ്പോ എനിക്ക് ഏതോ ഒരു ക്രൂ ആരോളത്ത് നിൽക്കി കൊണ്ട് അണിയിച്ചു തന്നു. ആക്ച്വലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അനിമേഡ് ആണത്. സൂക്ഷിച്ചു വെച്ചത്? അതെ, സൂക്ഷിച്ചിട്ടുണ്ട്. ഓ, ഈ അനിമേനെ കുറിച്ചല്ലേ കുറച്ചപ്പോഴേ പറഞ്ഞേ? ഇപ്പഴേ എനിക്ക് മനസ്സിലാവുന്നേ. അനിമേഡ് ആണ് ആക്ച്വലി അത്. ഞാൻ കണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ. അപ്പൊ അതിന്റെ ഒരു ഗൗൺ ആണത്. ആക്ച്വലി അതൊരു 2 കപ്പിൾസ് ഉണ്ട് തന്നെ. അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവര് ഒരു മേടിച്ചെന്താണ്. അപ്പം എന്നെ കണ്ടപ്പോ തന്നെ അവരാദ്യം കൊണ്ട് എന്നെ അണിയിച്ചത്. ഓ, അടിപൊളി. അതൊക്കെ എന്തൊരു ഭാഗ്യല്ലേ. ശ്രീതു അർജുനേന്ന് വിളിക്കുന്നത് ഒരു വല്ലാത്തൊരു രസമാണ് കാണുന്നത്. ആണല്ലേ? അത് നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അർജുന്റെ മനസ്സിലെ ആ ഒരു ശ്രീതു വിളിക്കുന്ന ആ ഒരു സംഭവം അർജുന്റെ വായിൽ തന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നെ അവള് ദണ്ടെന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ട്. ദണ്ടെന്നാണോ? അല്ല, ഞങ്ങൾ കേൾക്കുന്നത് ഭയങ്കര അർജുനേന്ന് വിളിക്കുന്നുണ്ട്. ഞാനത് അന്നേരം ഒന്നും നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ഈ റീൽസ് ഇതൊക്കെ കാണുന്നത്. ഞാൻ അന്നേരം ഒന്നും ഇങ്ങനെ നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എങ്ങനെയാ ശ്രീതു വിളിക്കുന്നത് അർജുനെ? വിളിച്ചോളൂ. അത് അവള് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ചോദിക്കാല്ലേ? ശരിയാവില്ല. ഓക്കെ. എങ്ങനെയാണ് ശ്രീതു അർജുനെ വിളിക്കുന്നത്? അർജുനേന്ന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നാമത് തമിഴും കൂടെ ആയതുകൊണ്ട് ശ്രീതുയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അർജുൻ അധികം സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തൊക്കെ അധികം സൈലന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അർജുന്റെ പ്രസൻസ് ആ വീട്ടിൽ അങ്ങനെ അധികം അറിയുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത്. അതിന് എന്നത് അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ പുറത്ത് മീ ടൈം എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പുറത്ത് അവിടെ ഇരുന്നുള്ള എനിക്ക് കുറച്ച് സെൽഫ് ഹീലിംഗ് പ്രോസസ് ഉണ്ട്. അതിനുവേണ്ടി എനിക്ക് കുറച്ച് ഒരു പോയിരിക്കുമ്പോൾ ആൾക്കാർ പറയും ഞാൻ പുറത്തോട്ട് മാറിയിരിക്കുക, അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയും. ഞാൻ കുറെ കാര്യങ്ങൾ പറയും. ഒറ്റയ്ക്ക് ഇരിക്കാനും പറ്റത്തില്ല, ആരെങ്കിലും കൂടെ പോയിരിക്കാനും പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് സെൽഫ് ഹീലിംഗിന് വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നു. എനിക്ക് കുറച്ച് ഫിസിക്കൽ കണ്ടീഷൻ കാരണം എനിക്ക് അതിനകത്ത് കുറച്ച് പറ്റി. പിന്നെ ലൈക്ക് വഴക്കുണ്ടാക്കാൻ നോക്കും. ഞാൻ കാര്യം തിരക്കുമ്പോഴത്തേക്കിനും ചായക്ക് മധുരമില്ല, അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം അവൻ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുമ്പോൾ ലോജിക് ഇല്ലാത്ത കാര്യങ്ങളായിട്ട് തോന്നും. ഞാൻ എല്ലാ വള്ളിയിലും കയറി പിടിക്കുന്ന ടൈപ്പ്. എനിക്കത് പിന്നെ നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് കീപ്പ് അപ്പ് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഓക്കെ. അടുത്ത ഫോട്ടോ ആരാണിത്? ഇത് അർജുനാണോ? അതെ അതെ. ഒരു അനീതിക്കുട്ടി പോലെ ഉണ്ടല്ലേ, നല്ല തക്കടായിട്ട്. ഓക്കെ. ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം അപ്പൊ ചേച്ചിയേക്കാളും പൊക്കം കുറഞ്ഞ അനിയൻകുട്ടി ഉണ്ടായിട്ടുള്ളൂ അല്ലെ? അത് കഴിഞ്ഞപ്പോ ചേച്ചി ഓവർടേക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്തല്ലേ? ചേച്ചി എങ്ങനെയാള്? അവള് ലൈക്ക് ഒരു മമ്മിയെക്കാളും മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവള് പക്ഷെ അത്ര ഫ്രണ്ട്ലി ആണ്, ബട്ട് സ്റ്റിൽ സ്ട്രിക്റ്റ് അല്ല. ഷീസ് ലൈക്ക് മദർ.
മമ്മി എന്റെ ഫ്രണ്ട് അപ്പൊ പോലെയാണ്. അമ്മ മമ്മി എന്റെ ഫ്രണ്ട് ഭയങ്കര കമ്പനി, ഐ മീൻ എന്റെ എല്ലാ കാര്യത്തിനും ഓക്കെ Friend type, അല്ലേ? ഫ്രണ്ട്ലിയാണ്. ബട്ട് മമ്മി ഒരു റെസ്ട്രിക്ട് അങ്ങനെ ചെയ്യാറില്ല എന്റെ അടുത്ത്. ഇവള് പക്ഷെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് കുറെ കാര്യത്തിൽ. ആണല്ലേ? അതുകൊണ്ട് ഈ പ്രണയം ലവ് ഒക്കെ വരുന്ന സമയത്ത് ചേച്ചിയോട് പറയോ അമ്മയോട് പറയോ? ഇല്ല, ഞാൻ അങ്ങനെ ആരോടും പറയാറില്ലല്ലോ. ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ എന്റെ ഫീലിങ്സോ അതൊന്നും ഞാൻ അങ്ങനെ വീട്ടിലെന്റെ കാര്യം അങ്ങനെ പറയാറില്ല. ആ ടൈം എനിക്ക് വല്ലതും പറഞ്ഞെങ്കിലുള്ളൂ, അല്ല ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്യുന്ന ടൈപ്പ് അല്ല ഞാൻ പേഴ്സണലി. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ ഒന്നും പണി കൊടുക്കാനൊന്നും കിട്ടിയിട്ടില്ലല്ലേ? സാധാരണ സിബ്ലിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് സിബ്ലിങ്സ് ആണല്ലോ. അങ്ങനെ ഒരു പാരയും കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലേ? ഇല്ല. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവള് ആക്ച്വലി കുറെ നാൾ ഹോസ്റ്റലിലാണ്. അപ്പം എന്റെ ഓർമ്മ വെച്ചാൽ 6th തൊട്ട് ഇവള് ഹോസ്റ്റലാണ്. പിന്നെ +2 ആ ടൈം ഇടയ്ക്കിടയ്ക്ക് ഓണത്തിന് വരും. ആ ഒരു ഇതാണ്, ഇടയ്ക്കിടയ്ക്ക് വരുമ്പം അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും, സ്നേഹമുണ്ട്. പിന്നെ +2 കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഇവള് തിരിച്ചു വരുന്നത് സ്പോർട്സ് കൗൺസിലിലേക്ക്. ഞാൻ എന്തായാലും സ്കൂളിലാണ്, ഡിഗ്രി ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും ഇതിലേക്ക് പോകുന്നു. ഞങ്ങൾ അടുത്തിരുന്ന കാലം കുറവാണ് ആക്ച്വലി, കുട്ടിക്കാലത്ത് മാത്രമേ ഉള്ളൂ. ആ ഇടയ്ക്കിടയ്ക്ക് അന്ന് ഫൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. കുറവൊന്നുമില്ല. പിന്നെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ അത്ര വാല്യുബിൾ ആണെന്ന് തോന്നുന്നില്ല, ഇല്ലാതിരിക്കുമ്പോഴാണ് വാല്യുബിൾ ആവുമ്പോഴാണല്ലോ പലതിന്റെയും വാല്യൂ മനസ്സിലാവുന്നത്. ഇനി ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കട്ടെ. അതായത് അർജുൻ പറഞ്ഞു അർജുന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഷെയർ ചെയ്യാറില്ലാന്ന്. ചേച്ചി എങ്ങനെയായിരുന്നു തിരിച്ച് അർജുനോടും വീട്ടുകാരോടൊക്കെ? ഇപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനെയൊന്നും വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവസാനം ഒരു ആൻസർ അവൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്കാണേലും അങ്ങനെ വലിയ സീക്രട്സ് ഒന്നും എന്റെ ലൈഫിലും ഇല്ല, അവന്റെ ലൈഫിലും. കള്ളം പറയരുത്, ലവ് ഉണ്ടായിട്ടില്ലേ? അല്ല, ലവ് ഇതാ എടുത്തിരിക്കുന്നു. ലവ് മാരേജ് ആയിരുന്നോ? ലവ് കം മാരേജ്. അതും അപ്പു തന്നെയാണ് ഡീൽ ചെയ്ത്. അതേപോലെ നിങ്ങളുടെ കോമ്പോക്ക് ഒരു പേരുണ്ടായിരുന്നു, ശ്രീജുൻ. അത് കണ്ടപ്പോ എന്ത് തോന്നി? അത് കണ്ടപ്പോ അതിങ്ങനെ അത് വൈൽഡ് കാർഡ്സ് ആരുടെ വന്നപ്പോ വിളിച്ചു, അപ്പൊ എനിക്ക് മനസ്സിലായി. ശരി, ഓക്കെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീതു ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഓക്കെ, നമ്മൾ ഇനിയും അപ്പൊ മുന്നോട്ടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതേപോലെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രീതുയുടെ അമ്മ വന്ന് സംസാരിച്ച കാര്യം എപ്പോഴേലും അർജുന് ഹേർട്ടായോ? ഇല്ല, ലൈക്ക് അതിപ്പം എന്റെ ഒരു സിസ്റ്റർ ആണെങ്കിൽ ഞാനൊരു ഫാദർ ആണെങ്കിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് അത് വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ഹേർട്ട് ആവും, അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് അത് ഓഫ് കോഴ്സ് ഇപ്പം എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോയിട്ടാണെങ്കിലും ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് മേ ബി അങ്ങനെ ആയിരിക്കും. അതിപ്പം അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവും. ലൈക്ക് എനിക്കും സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോഴും ഞാൻ ഓരോരുത്തർ വരുമ്പോൾ നമുക്ക് അറിയാലോ കെയറിങ് അതങ്ങനെ വരും. അത് ഒബ്വിയസ്ലി എനിക്കൊരു കുഴപ്പമില്ല. അതിനിപ്പം റിയാക്ട് ചെയ്യാം, അങ്ങനെ റിയാക്ട് ചെയ്യുമായിരിക്കും. കാണുമ്പോൾ പ്രൊജക്ട് ചെയ്യുന്ന വേറെ രീതിയിലാണെങ്കിൽ സ്വന്തം മകൾ അല്ലെ മകൻ വരും, എന്തെങ്കിലും അവർക്ക് വേറെ രീതിയിൽ പുറത്ത് ഇത് വരുമ്പോഴത്തേനും ഓഫ് കോഴ്സ് അങ്ങനെ റിയാക്ട് ചെയ്യും. അതിലെനിക്കൊരു കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവും. അത് മീൻ അത് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, കാരണം എനിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവനെ വിളിച്ച് എടാ എന്ന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യും. ഞാൻ അവന്റെ ബിസി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അവൻ എന്റെ അനിയനാണെങ്കിലും ഞാൻ അവന് നല്ല റെസ്പെക്ട് കൊടുത്തോണ്ടാണ്. മീൻസ് ബിക്കോസ് ചില സിറ്റുവേഷനിൽ എനിക്ക് അവനൊരു ചേട്ടനെ പോലെയാണ്. ചില കാര്യങ്ങൾ അവൻ എനിക്ക് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. ചില സമയം എനിക്ക് എപ്പോഴും അവന്റെ അടുത്ത് ഞാൻ ചേച്ചിയെ പോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചില സിറ്റുവേഷനിൽ അവന് മാക്സിമം ഷെയർ ചെയ്യാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വളരെ കുറവാ. ഇപ്പൊ ജിമ്മിൽ പോയാലും ഒരു 6:30 7 o'clock അവൻ വിളക്ക് കത്തിക്കുന്ന സമയം വീട്ടിൽ വരും. അവൻ അങ്ങനെ വലിയ ഔട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ മോഡൽ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഫോട്ടോസ് എടുക്കാനാന്നും പറഞ്ഞൊക്കെ പോകും. എനിക്ക് മറക്കാനാവാത്തൊരു സിറ്റുവേഷൻ എനിക്കുണ്ട്. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വയനാട് സെറ്റിലായ സമയത്ത് ഒരു ദിവസം കുറെ ലേറ്റ് നൈറ്റ് ആയി, ഒരു 12:30 ആയി. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരയുന്നു. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ചേച്ചി കല്യാണം കഴിച്ച് പോയോണ്ടാണോ? അല്ല, ഞാന് ശരിക്കും ഞങ്ങൾ കോട്ടയംകാര് തന്നെയാണ്. ഞങ്ങൾ പിന്നെ സെറ്റിൽ ആവാൻ വേണ്ടി വയനാട്ടിലോട്ട് മാറിയത്. അപ്പൊ പക്ഷെ അതുവരെ ഞാൻ വിളിക്കുമ്പോ എടാ എന്തടി നീ പോടാ, അത്രയൊക്കെ ഉള്ളു. അല്ല അങ്ങനെയല്ല, അത് ഇപ്പൊ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറിയപ്പോ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു അരമണിക്കൂറുള്ളൂ കെട്ടിച്ചു വിട്ട വീട്, അത്രേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഡെയിലി മീൻസ് അങ്ങനെ എന്താ പറയാ, വിഷമങ്ങളിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു ഒരു കാര്യങ്ങളും. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കരയുന്ന സൗണ്ട് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പൊ അവന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ വേഗം എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതല്ല അപ്പു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, എന്നാ കാര്യം എന്നറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പവും പറഞ്ഞു എനിക്ക്
എനിക്ക് നിന്നെ അല്ല എനിക്ക് ചേച്ചി എന്നൊന്നും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കില്ല? ഓ ഇല്ല എന്നെ വിളിച്ചിട്ടേ ഇല്ല. കാരണം അത് എനിക്കത് എനിക്കത് എന്താ പറയാ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല അവനെ ചേച്ചി എന്ന് വിളിക്കുന്നത്. അങ്ങനെ പറ്റത്തില്ല. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എടി എനിക്ക് 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 ആരും ഇല്ല അച്ചു, എനിക്ക് എന്നെ കാണണം എന്നുള്ളൊരു കാര്യം അവൻ എന്നോട് അത്രേ പറഞ്ഞുള്ളൂ. ഇൻഡയറക്ട്ലി പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ശരിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ പറയാ ഒരുപാട് കെട്ടിപ്പിടിച്ചിരിക്കുവോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് എന്താ അറിയില്ല. അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം വലിയൊരു കാര്യം മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പയാണ് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ്. എനിക്കത് എപ്പോഴും പറയാം. അതിന് ശേഷം കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. സീരിയസ്ലി എനിക്ക് ഈ വ്യക്തി എവിടെ വരും? അതാ അവൻ എനിക്ക് എപ്പോഴും ഞാൻ പറയട്ടെ, എനിക്ക് അവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ കണക്ട് ചെയ്ത് എൻ്റെ ഒരു മോൻ, അല്ലെങ്കിൽ എനിക്ക് 3 ആൺകുട്ടികളാണുള്ളത് ഇപ്പോ. എനിക്ക് ആ ഒരു ഫീൽ അവനോട്. ഞാൻ കുറച്ച് സ്ട്രിക്റ്റും ആയിരുന്നു, ഓക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അവന്റെ ആ കോളിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഞാൻ വേണം. ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും ലൈഫിൽ ആരൊക്കെ ഇല്ലെങ്കിലും അവന് ഞാനാണ് വേണ്ടത് എന്ന് എനിക്ക് അവിടെ കണക്റ്റായി. ഒരു 5 years ബാക്കത്തെ സംഭവമാണിത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ അവനെ കുറെ കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവന് ഞാൻ വേണം എന്നുള്ളൊരു ഫീൽ എനിക്ക് മനസ്സിലായി. അവിടുന്ന് ഇങ്ങോട്ട് അവൻ എന്നെ മുറുക്കി പിടിച്ചതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അവൻ വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ അവൻ വീട്ടിൽ വന്നു. ഞാൻ രാവിലെ നോക്കിയപ്പോ അവൻ വീട്ടിൽ വന്നു. വന്നു. അതെനിക്ക് വലിയ മിസ് ചെയ്തോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ? അത് ഉറപ്പല്ലേ, നമ്മള് കൂടെ ഒരാള് പെട്ടെന്ന് ഒരു ആബ്സെൻസ് കാണുമ്പോഴത്തേക്കും. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അളിയൻ കോംബോ, അത് ഭയങ്കര രസമാണെന്ന് കേട്ടു. എന്താണ് ബ്രദർ ഇൻ ലോനെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? അത് ലൈക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് ബോഡി ബിൽഡിങ് ഞങ്ങൾക്ക് കുറെ സിമിലർ ആയിട്ട് ജിം നടത്തും. ഞങ്ങൾ ടോക്സ് കൂടുതൽ അങ്ങനത്തെയാണ്. ബോഡി ബിൽഡിങ്, പഴയ ബോഡി ബിൽഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുക, ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുക. രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ക്രേസി ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? എനിക്ക് നല്ല ബൈസെപ്സ് ഉണ്ട്, എനിക്ക് നല്ല ട്രൈസെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ടോക്സ് ആണ് കൂടുതൽ ഞങ്ങള്. പിന്നെ വണ്ടിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് അങ്ങനത്തെയൊക്കെ. അപ്പൊ ചേട്ടാ എന്ത് തോന്നി എയർപോർട്ടിൽ ആർത്ത് വിളിച്ചിട്ട് സൗണ്ട് എല്ലാം പോയിരിക്കുക? ചേട്ടനുണ്ടായിരുന്നല്ലേ? എങ്ങനെയുണ്ട് ഈ അളിയൻ? എങ്ങനെയുണ്ട് അർജുൻ അളിയൻ? എങ്ങനെയുണ്ട്? സൂപ്പർ കൂൾ അല്ലേ? സൂപ്പർ കൂൾ ആണ്, ബെസ്റ്റ് അളിയൻ ഇൻ ദി വേൾഡ് അല്ലേ? ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. തീർച്ചയായിട്ടും. എന്ത് തോന്നി അങ്ങനെ ലാൽ സാറിന്റെ കൂടെ ആ ഒരു സ്റ്റേജ് ഷെയർ ചെയ്ത് നിന്ന് കണ്ടപ്പോ? പ്രൗഡ്. വിന്നർ ആയില്ല എന്ന് പറഞ്ഞ് സങ്കടം ഉണ്ടായിരുന്നു? അതുവരെ എത്തിയില്ലേ അല്ലെ? 100 days സർവൈവ് ചെയ്യുന്ന ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ശരി, നമ്മൾ ഇനിയിപ്പോ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ഇനി പുതിയ അപ്കമിങ് പ്രോജക്ട്സിലൊക്കെ എന്താ പറയാ, മലയാളത്തിന് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു ഹീറോ ആയിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. ശരിക്കും അർജുന്റെ മനസ്സിലുള്ള റോള് എങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഭയങ്കര ആഗ്രഹം. കൈൻഡ് ഓഫ് എല്ലാ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക്. പക്ഷെ ചില മൂവീസ് കാണുമ്പോൾ ഈ വില്ലന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര. അപ്പൊ അർജുനെ വില്ലനായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അർജുനെ വില്ലനായിട്ട് കാണാൻ? ഇല്ല അല്ലേ? ശരി, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അർജുൻ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കണം പ്ലേ ചെയ്യുന്നത്? റൊമാൻറ്റിക്, അത് മാത്രമേ ഉള്ളൂ റൊമാൻറ്റിക് ഹീറോ. അർജുന്റെ ഹൈറ്റ് എത്രയാ? 6'4". അപ്പൊ ഈ മോഡലിംഗിലൊക്കെ ആവുമ്പോൾ 6'4" എന്ന് പറയുമ്പോൾ അത് മോഡലിംഗിലായാലും വേറെ എന്തിലായാലും അതൊരു പ്ലസ് ആണോ അതോ മൈനസ് ആയിട്ട് തോന്നി? മോഡലിംഗിലൊക്കെ 5'10", 5'11" ആണ് ബേസിക് പറയുന്നത് റൺവേ ഷോസിന്. എനിക്ക് ചില ഷൂട്ട്സിനൊക്കെ ഇവിടുത്തെ ഫീമെയിൽ മോഡൽസിനൊപ്പം പറ്റില്ലായിരിക്കും. അതെ, അവര് സ്റ്റൂളുമേ കയറി നിൽക്കേണ്ടി വരുമല്ലേ? ഞാനും അതാ, നമ്മൾ അപ്പഴേ നിന്നപ്പോ ഞാൻ വേഗം ഇങ്ങോട്ട് നിന്ന്. 6'4", എനിക്ക് ഷൂസ് ഇട്ടാ 6'4", ഒരു ഫ്ലാറ്റ് ഇട്ടാ 6'3". ഞാൻ ചിലയിടത്തൊക്കെ ഹൈറ്റ് കുറച്ചൊക്കെ പറയും കിട്ടാൻ വേണ്ടി. എന്നാ നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് നോക്കിയാലോ? ഞാൻ പിന്നെ വളർന്നു, നല്ല ബബ്ലു കുട്ടപ്പനായിട്ട്. ഞാൻ മഷ്റൂം ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമാണ്. അന്ന് ഭയങ്കര മഷ്റൂം കട്ടൊക്കെ ചെയ്ത് നടക്കുന്ന സമയമാണ്. ഇപ്പൊ എന്റെ ഒരു ടീനേജ് ഒന്നും അല്ല ഇത്. ഏതാ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. 5 or 6 ആണെന്ന് തോന്നുന്നു. ഈ ഏജിൽ എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും പക്ഷെ ഗംഭീര ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് 11th 12th ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഇതിൽ നിന്ന് പ്രോഗ്രസ്. നമ്മൾ അന്നേ ജങ്ക് കഴിച്ച് നമ്മൾ ഇപ്പൊ കഴിച്ച് ഇന്ന് കിട്ടണം നാളെ കിട്ടണമെന്നില്ല. ഇത് സ്ലോ പ്രോഗ്രഷൻ ആണ് ആക്ച്വലി. ഇത് കഴിച്ച് പണ്ട് നെയ്യ് ഒഴിച്ച് ചോറ് അമ്മ തരുമായിരുന്നു. അത് കഴിച്ചാണ് വേണം വെച്ചത്. അമ്മയുടെ കുഞ്ഞാലേ? അപ്പൊ ചേച്ചി അച്ഛയുടെ കുഞ്ഞോ? പപ്പയ്ക്ക് ഇഷ്ടം അവളെ ഏറ്റവും കൂടുതൽ. അങ്ങനെയായിരുന്നു അല്ലേ, ഒരു പാർട്ട്ണർഷിപ്പ് രീതിക്ക്. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. ഇത് അതിന്റെ അടുത്ത വേർഷൻ. ഇത് ഞാൻ 10th ക്ലാസ്സിൽ ആക്ച്വലി 10th പഠിക്കുന്നതാണ്. 10th CBSE അവിടെ എന്തോ ഫാമിലി ഫോട്ടോ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കോട്ടയത്ത് ഒരു സ്റ്റുഡിയോ ഫോട്ടോ എടുത്തു. അപ്പൊ ഞങ്ങൾ കോട്ടയത്തിൽ താമസിക്കുക. ഇത് ആക്ച്വലി ഞാൻ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് അമ്മ കൊണ്ട് ജിമ്മിൽ 13ാം വയസ്സിൽ മമ്മിയാണ് കൊണ്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ ആ ടൈമിൽ പോയി ജിമ്മിൽ കൊണ്ട് ചേർത്ത ടൈമാണത്. അന്നേരം നന്നായിട്ട് കഷ്ടപ്പെട്ട് ഈ സമയത്ത് ഞാൻ 15 വയസ്സാണ്. അപ്പൊ ഞാൻ ബോഡി ബിൽഡിംഗ് ഒക്കെ
സ്റ്റാർട്ട് ചെയ്താലെന്നൊക്കെ ആലോചിച്ച സമയം അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ ഇറങ്ങിയായിരുന്നു. ഓക്കെ. ഈ സമയത്താണോ നമുക്ക് ഇൽനെസ് വരുന്നത്? അല്ലല്ല ഇതുകൂടെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. കൂടെ കഴിഞ്ഞിട്ട് +2 കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ആ ഒരു ഇൽനെസിനെ കുറിച്ച് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇന്റർവ്യൂവിന് അവർക്ക് ഓഫ് കോഴ്സ് അവർക്ക് അറിയാം. എനിക്കിതിനകത്ത് അറിയാം. അവർക്ക് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പം ഇതെനിക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇതെനിക്ക് പറയണമല്ലോ ആക്ച്വലി. അപ്പം എനിക്കിത് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പറയാം. എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടായിരുന്നു, പറയാനുള്ള പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് പറയണ്ട, ഇതിനകത്ത് പറയണം എന്നുണ്ടായിരുന്നു. കാരണം ഈ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ഓഡിയൻസ് കേൾക്കുന്നത് ഒരു ഹ്യൂജ് ആണ്. ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോമിൽ അത് കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ജസ്റ്റ് അത് മാത്രം പറയും. കാരണം എനിക്കത് വെച്ചിട്ട് അത് വെച്ചാലും പലതും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കണം. അതിന് ടാസ്കുകളൊക്കെ മാക്സിമം ചെയ്യുന്നുണ്ടായിരുന്നു, അതൊന്നും അറിയിക്കാതെ തന്നെ. പിന്നെ ടൈമിൽ എനിക്ക് അത് ട്രിഗറായി. അത് ചില എൻ്റെ റൊട്ടീൻസിൽ ഇപ്പം ഫുഡ് കഴിക്കുന്നതിലും ബട്ടൺസ് ഇടുന്നതിലും അങ്ങനത്തെ കുറച്ച് കാര്യത്തിലൊക്കെ അഫക്റ്റ് ആയി. അല്ലാതെ എനിക്ക് വേറെ സീനൊന്നും ഇല്ലായിരുന്നു. അമ്മേ സോപ്പിടാൻ അർജുൻ എന്താ ചെയ്യാ? മമ്മിയെ സോപ്പിടാൻ വീട്ടുപണി ചെയ്യും. വീട്ടുപണി ചെയ്യാറുണ്ടോ? വീട്ടില് പണി. അതുകൊണ്ട് ബിഗ് ബോസിൽ പോയപ്പോ അവിടത്തെ എനിക്ക് അങ്ങനത്തെ ഇല്ല. എന്റെ വീടിന്റെ പെയിന്റ് അടിച്ച ഞാനും ഒരു അപ്പനും കൂടെയാ. പിന്നെ വീടും ഞാൻ വരുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു വീട്ടിൽ ആരെങ്കിലും ഇന്റർവ്യൂ ഒക്കെ വരുവാണെങ്കിൽ പുല്ലൊക്കെ ചെത്തിയിട്ടാണ് ഞാൻ പോയത്. ശരി. വേറെ ഹോബീസ് എന്താ? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറെ സിനിമ കാണും. ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ലാസ്റ്റ് തന്നെ കുറെ സിനിമ കാണും. പിന്നെ അങ്ങനത്തെ വീഡിയോസ് കാണുമല്ലോ. പിന്നെ പഴയ സിനിമകൾ കാണും. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമ പിന്നെ പാട്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടോണ്ടിരിക്കും. അർജുൻ ഫസ്റ്റ് ഇന്റർവ്യൂ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ ഫസ്റ്റ് ഇന്റർവ്യൂ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരാള് ഈ കൂട്ടത്തിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഹർഷ പാത്തുവിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹർഷ പാത്തു. ഹർഷ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ട്രെയിനിലും ബസ്സിലൊക്കെ പോയി അവിടെയുള്ളവരെ വരയ്ക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പൊ ഹർഷ ഇത്രയും നേരം ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നേന്ന് അർജുൻ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഇങ്ങോട്ട് അർജുന് മാത്രല്ല എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓ നൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹർഷ. So nice. Super. ഓക്കെ, ഹർഷ ഇപ്പൊ ലൈവായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. എന്താ ഹർഷ ചെയ്യാൻ പോകുന്നത്? എന്നാ ഞാൻ തന്നെ പറയട്ടെ. ഹർഷ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അർജുന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ഹർഷ ലൈവായിട്ട് വരയ്ക്കാൻ പോവാ. നമുക്ക് നോക്കാലോ എങ്ങനെയാണെന്ന്. പക്ഷെ അർജുൻ ക്ലിയർ ആയിട്ട് പറയണം അർജുന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്, കണ്ണെങ്ങനെ വേണം, മൂക്ക് എങ്ങനെ വേണം, ചുണ്ട് എങ്ങനെ വേണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം. പക്ഷെ ഞങ്ങൾ കണ്ണ് കെട്ടും. ഓക്കെ, ബ്ലൈൻഡ് ഫോൾസ് പ്ലീസ്. അപ്പൊ പ്രോപ്പർട്ടി എല്ലാം സെറ്റ് ആണ്. ഹർഷ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ മൈക്ക് എടുത്തോളൂ. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പ ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ. അർജുൻ റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ക്ലാപ്സ് പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഐസ് എങ്ങനെ വേണം? എക്സ്പ്രസീവ് ആയിരിക്കണം. ഡിസ്നി ഐസ് ഒക്കെ പോലത്തെ. ടാസ്ക് ആണല്ലോ, വൻ ഡിമാൻഡ് അല്ലേ? അർജുൻ, ഈ കണ്ണിന്റെ കാര്യം പറയാൻ കാരണം ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ കണ്ണുള്ള പെൺകുട്ടികളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തരെ കാണുമ്പോ ഓരോരുത്തർക്ക് ഓരോ യൂണിക്നെസ് ഉണ്ടല്ലോ. എന്റെ കണ്ണ് എങ്ങനെയാ അർജുൻ? അല്ല വേണ്ട. ഓക്കേ, അല്ല കണ്ട് കൃഷ്ണമണി ഇല്ലേ? ഓ അത് ലാസ്റ്റാ. നോസ് എങ്ങനെ വേണം? നോസ് പോലെ. എന്റെ മൂക്ക് പോലെ. അർജുന്റെ മൂക്ക് എങ്ങനെയാ അർജുൻ? അർജുന്റെ മൂക്കിനെ എങ്ങനെയാ വിലയിരുത്തുന്നത്? എനിക്ക് മൂക്കിനെ പറ്റി ഫീച്ചേഴ്സ് വരെ അറിയില്ല. ഷാർപ്പ് ആയിരിക്കണം മൂക്ക്. ഷാർപ്പ് ആയിരിക്കണം, നീളമുള്ളതായിരിക്കണം. ഒത്തിരി നീളമല്ല, വുമൻസിലെ ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ. ഹർഷ ഈ ഒരു പിക്ചർ ഫുൾ ആയിട്ട് വരച്ചതിന് ശേഷം ഇതുപോലത്തെ പെൺകുട്ടിയെ കിട്ടിയെന്ന് വെച്ചാൽ കല്യാണം കഴിക്കും അർജുൻ? നമ്മളിപ്പോ ഈ നമ്മുടെ ചോദ്യം അതായിരുന്നു. അതായത് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കുട്ടിയുടെ ഫീച്ചർ അതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പുറത്തുമേയുള്ള ഭംഗി കണ്ടിട്ടല്ലോ കല്യാണം കഴിക്കുന്നത്, ഇഷ്ടപ്പെടുന്നു. അകത്തെ കൂടെ മാറ്റേഴ്സ് ആണല്ലോ. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ടു എന്ന് വെച്ചാല് നമുക്ക് ഉറപ്പായിട്ട് ഇൻഫാക്ച്വേഷൻ, ക്രഷ് ഒക്കെ തോന്നും. പിന്നെ നമ്മൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ ഒരു ആളുടെ ക്യാരക്ടർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാറ്റേഴ്സ് ആക്ച്വലി. ഇതിനി മാറ്റി പറയരുത് കേട്ടോ. കാരണം ഈ ഫോട്ടോയിൽ വരച്ച കുട്ടിയെ കണ്ടിട്ട് പിന്നെ ഇഷ്ടമായില്ല എന്ന് പറയരുത്. എങ്ങനെ വേണം? നാച്ചുറൽ, വലിയ ത്രെഡൊന്നും ഓവർ ത്രെഡൊന്നും ചെയ്യാത്ത നാച്ചുറൽ. അർജുൻ, ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഉള്ള കുറെ പേരെ കണ്ണൊക്കെ ഇതുപോലെ കുറച്ച് കാർട്ടൂൺ ടൈപ്പ് ആയിട്ടുള്ള കണ്ണൊക്കെയാണ്, അങ്ങനെയല്ല പറഞ്ഞ അങ്ങനെയുള്ള കുട്ടികളെ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഫീച്ചേഴ്സിലുള്ള പെൺകുട്ടികളെ ഈ അടുത്ത് എങ്ങനെ കണ്ടിരുന്നോ?
എന്റെ ചാട്ടം കൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ഞാൻ അതല്ല അർജുന, എന്റെ പൊന്നെ അർജുനെ അതല്ല ഞാൻ ചോദിച്ചത്. അതായത് ഈ അടുത്തെന്ന് വെച്ചാൽ ഒരു 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 10-100 ദിവസം. ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു എയർ ഹോസ്റ്റസിനെ കണ്ടായിരുന്നു. ഓ സേഫ് അല്ലേ? അർജുൻ പൊട്ട് വേണോ? ആ പൊട്ട് കുഞ്ഞത് വേണോ വലുത് വേണോ? ചെറുത് മതി. ഇപ്പൊ എങ്ങനെയാണോ? ലിപ്പോ ഇല്ല, ലോവർ ചോദ്യമാണല്ലോ. ലിപ്സ്, ലോവർ ലിപ്സും അപ്പർ ലിപ്സും കൈൻഡ് ഓഫ് സെയിം. അർജുൻ ഇതിന് മുന്നേ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല ഐ മീൻ എങ്ങനെ? അതല്ല, അതായത് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പെൺകുട്ടിയുടെ ഫീച്ചർ ഇങ്ങനെയൊക്കെ വേണമെന്ന് മുന്നേ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഈ സിനിമയെ കാണുമ്പോൾ എനിക്ക് ഐ മീൻ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേനും ഈ എന്നാ പറയാ, ചിലപ്പം ചില സിനിമയിലെ ഹീറോയിൻസിന്റെ ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേക്കിനും ഇഷ്ടം ഹോംലി ലുക്ക് ഒക്കെ കാണുമ്പോൾ കൊള്ളാം അല്ലേ? ഫേസ് റൗണ്ട് ആയിട്ട് വേണോ, വേണോ ചബ്ബി ആയിട്ട് വേണോ, വേണോ സൂപ്പർ മാർക്കറ്റ് പോലെ എന്ത് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അതെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് ഗേളിഷ് സാമന്തനൊക്കെ പറയും. ഞങ്ങൾക്ക് ചെറിയ ഡിമാൻഡ്സ് ഒക്കെ ഉള്ളു. സാമന്തയൊക്കെ പോലെയൊക്കെ മതിയെന്ന് ആഗ്രഹിക്കാലോ. ആഗ്രഹിക്കണേന് തെറ്റില്ലല്ലോ. ഹെയർ എങ്ങനെ വേണം? നോർമൽ, ആർട്ടിഫിഷ്യൽ അല്ലാത്ത, സ്ട്രൈറ്റനിങ് അല്ലാത്ത, മീൻ നോർമൽ നോർമൽ. ടൂ മച്ച് കേളിയും വേണ്ട, മീൻ നോർമൽ നോർമൽ എല്ലാം നോർമൽ ആണ്. എന്താ പറയാ, സ്ട്രൈറ്റ് ഇങ്ങനെ വലിച്ചു നീട്ടാത്ത പോലത്തെ നല്ല കേളി കുറച്ച് baby ആണോ? ആയിരിക്കും. ഇത് ആക്ച്വലി ചോദിക്കുന്നത് പടം വരയ്ക്കാൻ മാത്രമൊന്നല്ല, ഇതുപോലത്തെ കുട്ടികൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാനും കൂടിയിട്ടാ. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലോട്ടറി അടിച്ചു മക്കളെ. ചെവിയൊക്കെ എങ്ങനെയാ വേണ്ടേ? നോർമൽ ചെവിയിൽ ജുംക്ക കേട്ടാ നല്ലതായിരിക്കും. ആ ജുംക്ക വേണോ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാമേ. അർജുൻ ആർട്ടിസ്റ്റുകളൊക്കെ ഇഷ്ടാണോ? ലൈക് കലാകാരന്മാര് വരയ്ക്കോ? അർജുൻ വരയ്ക്കോ? അറ്റ്ലീസ്റ്റ് ഒരു മരം വീട്, ക്ലൗഡ്സ്, പുല്ല് അതൊക്കെ വരയ്ക്കും അല്ലേ? പ്രൊഫഷണൽ. അതില് പ്രോ ആണോ? മറ്റേ ആറ് കൊണ്ട് പൂച്ച വരയ്ക്കും, ഇങ്ങനെ ആറ് വെച്ചിട്ട് അമ്പടോ അതൊക്കെ ചെയ്യുമല്ലേ? വേറെ ലെവൽ. അർജുൻ ഈ ഫോട്ടോ കാണുമ്പോഴേ ഭയങ്കര ശാലീനത തോന്നുന്ന ഒരു ലുക്കാണേ. അതാണോ ഇഷ്ടം, അതോ മോഡേൺ ലുക്കാണോ? എനിക്ക് അങ്ങനെ രണ്ടും പോവും. എല്ലാം പോണം. ഓരോ ഇതനുസരിച്ച് ഡ്രസ്സിങ് ചെയ്യാലോ. ഡ്രസ്സിങ് മാറുമ്പോ മാറിക്കോളൂ അല്ലേ? കുഴപ്പമൊന്നുമില്ല. പൂ വേണോ അർജുൻ? എവിടെ? മുല്ലപ്പൂ മുടിയില് ചേച്ചി വരച്ച് കാണുന്നുണ്ടോ? ഇതുപോലത്തെ ഒരു നാത്തോനെ വേണം കണ്ടെത്തി അന്വേഷിക്കാൻ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അർജുൻ മാട്രിമോണിയിലൊക്കെ ഉണ്ടോ? പരസ്യല്ല, മാട്രിമോണിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എക്സ്പെക്ടേഷൻ കൊടുക്കാം. അർജുൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇങ്ങനെയാ. സാരി വേണോ? സാരി ആണല്ലോ. സാരി, കുർത്തി. സാരി. കുട്ടി എവിടെ പോയതാ? അമ്പലത്തിൽ പോയതാ? ജുമുക്കിയുണ്ട്, സാരി ഉണ്ട്, പൊട്ടുണ്ട്, ബ്രൈഡ്സ് ഉണ്ട്. അർജുൻ ഇങ്ങനെ നോക്കിട്ട് നിക്ക കുട്ടി. അർജുൻ ഉറങ്ങാണോ? അർജുൻ ഇതൊരു ഫിലിം ആക്ട്രസിനെ പോലെ തന്നെ ഉണ്ട്. അർജുൻ റെഡിയാണോ? കണ്ണ് തുറക്കാനായിട്ട് കഴിഞ്ഞോ? പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊന്നും ഇതില്ല. അർജുൻ പറഞ്ഞ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് റെഡിയാണോ ഭാവി വധുവിനെ കാണാൻ? ഓക്കെ, അപ്പോ അർജുൻ തുറന്ന് കണ്ടോളൂ വധുവിനെ. നാണം വേണേ. കണ്ണുറക്കാൻ പറ്റുന്നില്ലെന്ന്. അയ്യോ നേരെ നോക്കൂ. യെസ്, കണ്ടോ? അർജുന്റെ വധുവിനെ കണ്ടേ? കൊള്ളാലേ? ഹർഷ ആരെയും നിമിഷ സമയം കൊണ്ട് പടം വരയ്ക്കുന്ന ഒരാളാണ്. ഹർഷ ഇതൊരു ടാലന്റ് ആണ്. അടിപൊളി. അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും അർജുൻ അപ്രോച്ച് ചെയ്യാട്ടോ. അർജുൻ കല്യാണം കഴിക്കും ഉറപ്പാ. അല്ല അർജുൻ, അതോ ആൾക്കാർ എന്നെ വന്ന് തല്ലോ? എല്ലാരും ഒരു കൈയടി കൊടുത്തേ ഹർഷയ്ക്ക്. ഞങ്ങളെ ഹർഷ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേളിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹർഷയ്ക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ഹർഷ ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോ അർജുനെ ഇത്ര സുന്ദരനാക്കിയ ഒരു വ്യക്തി ഉണ്ട് ഇവിടെ. വികാസ് ഏട്ടാ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. വായോ. വികാസ് ഏട്ടനാണ്. വികാസ് ഏട്ടൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. വികാസ് ഏട്ടനാണ് നമ്മുടെ അർജുനെ ഇത്ര സുന്ദരനും സുമുഖനും ആക്കിയിരിക്കുന്നത്. ഓൾറെഡി സുന്ദരനാണ്,
അതെ അതെ വികാസ് ചേട്ടാ ഹായ്, എന്തുണ്ട് വിശേഷം? സുഖം, മോളുടെ വിശേഷം. സുഖം നമ്മള് ചേട്ടാ, കുറേ set ആണ്. നാളിന് ശേഷം കാണുകയാണ് അതെ അല്ലേ? സത്യം. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴല്ല കാണുന്നത്, നിങ്ങൾക്ക് ഇതിനു മുന്നും പരിചയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അർജുനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ? അർജുൻ എന്ന് പറയുമ്പം നമുക്ക് ബിക്കോസ് ഓഫ് കോഴ്സ് എല്ലാ മോഡൽസും കേരളത്തിലെ ഒരു ലീഡിങ്, നേരത്തെ റനീഷ പറഞ്ഞല്ലോ മോഡലിങ്ങിന് അത്ര അറിയത്തില്ലായിരുന്നു. ആക്ച്വലി മോഡൽ ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രിയിൽ അർജുൻ ഭയങ്കര ലീഡിങ് നെയിമാണ്. അതെ അതെ ഓഫ് കോഴ്സ്. അപ്പൊ നമ്മൾ തന്നെ പല ഷോസിലും അർജുൻ ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും നല്ല ഷോസിലൊക്കെ വരും. ഇപ്പം ഞാനിപ്പോ എല്ലാ ഫാഷൻ ഇൻഡസ്ട്രിയിലും എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് അർജുനുമായിട്ടുള്ള ഏറ്റവും നല്ല കോൺടാക്ട്. ഇപ്പൊ പല ഷൂട്ട്സിന്റെ സമയത്തിനും അർജുന്റെ ഫോട്ടോസ് നമുക്ക് വരും. ഇതാണ് മോഡൽ, ആരാ മോഡൽ എന്ന് പറയുമ്പോൾ അർജുന്റെ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് അർജുനായിട്ടൊരു കോൺടാക്ട്. പിന്നെ എന്റെ സലൂണിലായിരുന്നു അർജുൻ ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. പോകുന്നതിന് മുമ്പും അർജുൻ അവിടെ വന്നിരുന്നു. അപ്പൊ വികാസ് ചേട്ടൻ അറിയായിരുന്നു ബിഗ് ബോസിൽ പോവാന്ന്? അത് അറിയില്ല. ഇല്ലില്ല, സത്യം പറഞ്ഞ അറിയില്ല. അപ്പം ഇത്തവണത്തെ ബിഗ് ബോസിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇത്തവണ ബിഗ് ബോസിൽ പോയിരുന്നതിൽ പലരും നമ്മൾക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അല്ല, വികാസ് ചേട്ടൻ എല്ലാവർക്കും അറിയാം. താങ്ക് യു രനീഷ്. അപ്പം അർജുന് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു റീസെന്റ് അർജുൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തു. ആക്ച്വലി എനിക്കൊരു കാസർഗോഡ് നിന്നാണ് ഷൂട്ട് വന്നിരുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്താണ് ആർട്ടിസ്റ്റുകളെ ചോദിച്ചത്, മോഡൽസിനെ ചോദിച്ചത്. അപ്പം ഞാൻ കുറേ പേരുടെ ലിസ്റ്റ് അയച്ചതിൽ ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അർജുൻ അയച്ചു. അപ്പം തന്നെ അവർ തിരിച്ചു സെലക്ടഡ്. ഷൂട്ട് എന്നാന്ന് പറയട്ടെ, ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. അർജുന്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്കിന്നിനെ കുറിച്ച് പറയാം. അർജുന്റെ ഫീച്ചേഴ്സിനെയും സ്കിന്നിനെയും കുറിച്ച് പറയണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പറയണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം അല്ലേ? ഓഫ് കോഴ്സ്. ഞാനിപ്പം നമ്മൾ പറയല്ലേ, ഇപ്പം ഞാൻ നോർമലി എനിക്ക് അർജുൻ എൻ്റെ സലൂണിൽ വന്നിട്ട് നമ്മുടെ സലൂണിന്റെ ഷൂട്ടിൽ പോലും അർജുൻ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം അവന്റെ ചിരിയും അവന്റെ സ്കിന്നും അത് കണക്ക് തന്നെ അവന്റെ ഹെയറും ഒക്കെയാണ്. പിന്നെ ഹൈറ്റ് അത് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് പിന്നെ ഞാനൊന്നും പറയണ്ട, അത്രയ്ക്കും ഇപ്പൊ എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പൊ തന്നെ ഉള്ള മെയിൽ മോഡൽസിൽ ഏറ്റവും ടോളസ്റ്റ് ഒരാള്, കുറച്ചു പേരുണ്ട്, അതിൽ ഏറ്റവും ടോളസ്റ്റിൽ ലീഡിങ്ങിൽ നിൽക്കുന്നത് അർജുനാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഹൈറ്റിൽ അർജുനുണ്ട്. മാത്രമല്ല ഫോട്ടോസ് എടുക്കുന്ന സമയത്തിന് അർജുന്റെ ആറ്റിറ്റ്യൂഡ് ഈസ് ടു മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളിപ്പോ കാണുന്ന ഈ ഒരു ക്യൂട്ട് ഫേസ് അല്ലല്ലോ, ഇപ്പൊ ഫോട്ടോസിൽ എടുക്കുമ്പോഴത്തേക്ക് ആറ്റിറ്റ്യൂഡ്, ഷാർപ്പ് ഫേസ്, അതൊക്കെ ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ടതൊക്കെ ഹി വിൽ ഡെലിവർ ഓൺ ദ സ്പോട്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ആസ് എ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ബിഗ് ബോസ്, ഇപ്പം എനിക്ക് അർജുനെ അറിയാം പേഴ്സണലി. നമ്മുടെ സലൂണിലൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര, ഞാൻ മുമ്പേ പറയാം, ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള കുട്ടിയാണ്. ആൾക്കാരെ ഇപ്പം നമ്മൾ ഇപ്പം ഒരിക്കലും അർജുൻ ബിഗ് ബോസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അർജുൻ അവിടെ വേറൊരാളായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ അടുത്ത് വന്ന് സലൂണിലൊക്കെ വന്നിട്ടായാലും നമ്മൾ ഭയങ്കര ജെന്യുവൻ ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മുടെ സലൂണിലൊക്കെ വന്നിട്ടായാലും ഷോസിന് ഷൂട്ടിന് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ തന്നെയാ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ പറയാം, ഈ കുട്ടി ഇങ്ങനെ തന്നെ, ഈ കുട്ടി ഇങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അവൻ ഇന്ന് ഈ ലാസ്റ്റ് ദിവസം എത്തിയതും മോഹൻലാലിന്റെ കൈ പിടിച്ച് നിൽക്കാൻ. അതിന് വേറൊരു കാര്യം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ, ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും മോഹൻലാലിന്റെ കൈ പിടിച്ച് രണ്ടുപേരാണ് അതിവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഇനി മോള് പറഞ്ഞു. അതായത് അർജുൻ, അയ്യോ എന്റെ മറന്നല്ലോ ഒരു ഹൈഫൈ കൊടുത്തപ്പോഴത്തേക്ക്. ഞാൻ പറയാം, അതായത് അർജുൻ മോഡൽ എന്നുള്ള വ്യക്തിയിൽ നിന്നും ഇനി ഒരു ആക്ടർ ആവാൻ പോവാണ്. അത് അറിഞ്ഞായിരുന്നോ? പിന്നെ എന്ത് തോന്നി വികാസ് ചേട്ടന്? എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുക, ഇപ്പം ബിഗ് ബോസിൽ വരിക, ബിഗ് ബോസ് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറും. പക്ഷെ ഒരു ആക്ടർ ആവുക എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളോളം നമുക്ക് ഉണ്ടാവും. നമ്മൾ എപ്പോഴായാലും ഒരു മൂവിയിൽ അഭിനയിക്കുക, ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ഫോർ എവ്രിബഡി. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ബിഗ് ബോസിന് ശേഷം കിട്ടുക, അതിനകത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ടാവും. മേ ബി യുവർ ക്യാരക്ടർ ഈസ് ദയർ, പിന്നെ യുവർ പേഴ്സണാലിറ്റി ഈസ് ദയർ, യുവർ പെർഫോമൻസ് ഈസ് ദയർ. അപ്പം അതും അത്രയും വലിയ ആൾക്കാരുടെ മൂവിയിലൊക്കെ അഭിനയിക്കാം, വേറെ ലെവൽ. താങ്ക് യു സോ മച്ച്.
ഓൾ ദ ബെസ്റ്റ് അർജുൻ. ഞാൻ അപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് എന്നെ തന്നെ വിളിക്കണം അല്ലേ റനീഷ? വികാസ് ചേട്ടൻ ആക്ച്വലി അവൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല, എന്നെ ഗൈഡ് ചെയ്ത് കുറെ ഗൈഡ്. വികാസ് ചേട്ടനാണ് സന്തോഷ് ചേട്ടനാണെങ്കിലും എന്നെ കുറെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. പോകുമ്പോ എന്തെങ്കിലും പീസ് ഓഫ് അഡ്വൈസ് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ പോകുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല സന്തോഷ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സന്തോഷ് പ്ലീസ്. സന്തോഷമായോ? സന്തോഷും അർജുനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്. അർജുന്റെ എനിക്കൊന്ന് എന്റെ പാർട്ട്ണറും കൂടെയാണ്. ബട്ട് സന്തോഷാണ് അർജുനെ കുറേ സ്കിൻ കെയറിന്. സന്തോഷേട്ടാ എന്ത് തോന്നി? നല്ല പ്രൗഡ് തോന്നി, പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ചിങ്കിപ്പിള്ളേരാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ, അവരും ബിഗ് ബോസ് കാണാൻ തുടങ്ങി. വോട്ടും ചെയ്തു. ഗേൾസ് ആയിരിക്കും അല്ലേ? ഗേൾസ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. വികാസ് ചേട്ടാ, അർജുൻ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾറെഡി എന്ത് പൊന്നുംകുടത്തിന് പൊട്ടാണ് രണ്ടുപേർക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പരിപാടി? വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്ലാൻ? ആക്ച്വലി ബിഗ് ബോസിനകത്ത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ള ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ മാനാണ് മിഷൻ എപ്പോഴും പറയും. അപ്പൊ എൻ്റെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു ബിഗ് ബോസ്. അത് കുറച്ച് വർഷം മെനക്കെട്ടിട്ടാണ് അടുത്തത്. അപ്പൊ അടുത്ത ഇതിൽ നിന്ന് കിട്ടുന്നതിൽ ആക്ടിങ് തന്നെയാണ് എനിക്കും താല്പര്യം. എനിക്കൊരു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആവാൻ താല്പര്യമില്ല. ഞാൻ സെലിബ്രിറ്റി അല്ല, ലൈക്ക് എനിക്ക് ലൈഫ് കുറെ എക്സ്പ്ലോർ ചെയ്യണം. ലൈക്ക് ഇത് വി ഓൺലി ലിവ് വൺസ് എന്നല്ലേ, ഒരു ജീവിതമേ ഉള്ളൂ. അതിങ്ങനെ ഒരു ഒതുങ്ങിക്കൂടി ആരും അങ്ങനെ എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ ദൈവം ഇത്രയും സൃഷ്ടിച്ചത് നമുക്ക് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനല്ലോ, നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അതോ ഇപ്പൊ കലാപരമായാലും കായികപരമായാലും കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. എനിക്ക് ഓഫ് കോഴ്സ് ആക്ടിങ്, എനിക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി എപ്പോഴും പറയും എന്റെ മകനെ എപ്പോഴും സ്ക്രീനിൽ കാണണം എന്ന്. അപ്പം ഞാൻ ഒന്നും കണ്ടില്ല, സ്ക്രീൻ ഇൻ ദ സെൻസ് ബിഗ് സ്ക്രീൻ. അപ്പൊ ഞാൻ എപ്പിസോഡ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇതിന്റെ ഡാൻസ് കളിക്കുന്നത് കാണണം. കുറെ മൊമെന്റ്സ് ഉണ്ട്, എനിക്കത് കാണണം. ഞാൻ ഇത് ഡാൻസ് ഒന്നും ഇങ്ങനെ കളിച്ചില്ല, അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണണം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം കാണാൻ താല്പര്യം. അല്ലാതെ എനിക്ക് ഫുൾ കാണില്ലായിരിക്കും. കാണാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? കാണാൻ ആഗ്രഹമില്ലാത്ത ഓഫ് കോഴ്സ് എനിക്ക് എവിക്ഷൻ, എനിക്ക് എല്ലാവരോടും കണക്റ്റഡ് ആവാൻ പെട്ടെന്ന്. ഇഷ്ടമുള്ളവര് പോകുന്നത് എനിക്ക് സിജോ പോയതാണ്, സിജോ പോയാലും ശ്രീതു പോയാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരുത്തരും അപ്സര പോയതാണെങ്കിലും ശരണ്യ പോകുന്നതാണെങ്കിലും സുരേഷ് ഏട്ടൻ പോയതാണെങ്കിലും എല്ലാവരും പോകുമ്പോൾ പെട്ടെന്നൊരു പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും. ഞാൻ തന്നെ ബിഗ് ബോസ് കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അതായത് ഇന്നലെ ഹൻസിബിത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു, വിഷ് ചെയ്തായിരുന്നു. ഞാനാണ് അവളെ ആദ്യമേ അവിടെ വന്നപ്പോഴേ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞത്. അന്ന് അത് ഞാനാണ് തുറന്നത്, അലമാര തുറന്നപ്പോഴത്തേക്കും കിച്ചണിൽ വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് അവിടെ അറിഞ്ഞത്. ആക്ച്വലി വിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ് ചെയ്തു. ഹൻസിബിത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൻസിബിത്തയ്ക്ക് ഒരുപാട് വിഷമം തോന്നി, കാരണം അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത്. ആ വിഷമത്തിന് കാരണം എന്താ? ഞാൻ വീഡിയോ ആക്ച്വലി ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല ആക്ച്വലി. ഹൻസിബിത്ത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി, അർജുൻ എന്തോ മീൻസ് അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത്, അത് കണ്ടപ്പോ ഭയങ്കര വിഷമം. എനിക്ക് അഞ്ചു മാത്രമല്ല വേറെ ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷനെ പറ്റി. ഞാൻ ഗെയിം എന്നുള്ളത് അതോട് വിട്ടു, അത് ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നീ അറിയാലോ, നമ്മൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ റീസൺ പറയണം. ഇത് പലരുടെയും ചോദ്യമാണ്, നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേനും റീസൺ പറയണം. അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും ഓഫ് കോഴ്സ് ഒരാൾ ഓപ്പർച്യൂണിറ്റി കളയണ്ടല്ലോ. ഞാൻ തന്നെ കുറെ കഷ്ടപ്പെടുന്നത് കയറി നിൽക്കും, ഒരു സമയത്ത് വേണ്ട നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഓഫ് കോഴ്സ് ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യും. അതല്ലാതെ എനിക്ക് ഇപ്പം അൻസിബായിട്ട് എനിക്ക് അൻസിബെന്നല്ല, എനിക്ക് ഇവിടെ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ നോമിനേറ്റ് ചെയ്തതിൽ ഇപ്പം കംപ്ലൈന്റ് ചെയ്യാൻ എനിക്ക് ഓക്കെ, അത് അവർക്ക് മേ ബി എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ഇതുവരെ എനിക്കറിയില്ല. ഞാൻ അവിടെ കഴിഞ്ഞാൽ അവിടെ തന്നെ വിട്ടു. ഞാൻ അവിടെ പറയുന്ന പോലെ ഞാൻ തല കയറ്റാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ചില്ലായിട്ട് ജോലി ചെയ്ത് നടക്കുന്നത്. കുറെ പേര് അവിടെ നിന്ന് എന്തൊക്കെ പറയും, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് നീ ഹേർട്ട് ആവത്തൊന്നുമില്ല. സാരി കൊടുത്ത് എയർപോർട്ടിൽ ഞാൻ ഇങ്ങനെ കളിയാക്കി അതത്രേ ഉള്ളൂ. ചിലപ്പോ ഹേർട്ട് ആയത് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, പക്ഷെ പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും എന്തായിരിക്കും. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും. ടിഷ്യൂ പേപ്പർ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു, ജോലിയൊന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞു.
നമ്മൾ അന്നേരം നമ്മൾ ഈ സംഭവം കാണുന്നുള്ളൂ. നമുക്ക് അവിടെ ഇത്രയും ക്യാമറ നിങ്ങൾ പലതും കാണുന്നതായിരിക്കും, നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതായിരിക്കും. ആ പെർസ്പെക്റ്റീവ് ചിന്തിച്ചിട്ട് നമ്മൾ കൺഫറൻസ് റൂമിൽ അല്ലെങ്കിൽ പറയും. അത് മേ ബി ശരിയാവായിരിക്കും. എൻ്റെ കണ്ണിൽ അപ്പൊ എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയായിരുന്നു. അപ്പൊ ഞാൻ നോമിനേറ്റ്, ഇപ്പൊ നോമിനേറ്റ് എന്നൊക്കെ പറഞ്ഞു ശരി സാറില്ല, അത് ചിലപ്പോ ഒരാളുടെ ഫീലിംഗ് ആയിരിക്കും, തോന്നിയ കാര്യമായിരിക്കും. സാറില്ല, അതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇനി ഇഷ്ടം പോലെ സമയം. കോംപ്രമൈസ്ഡ് ആണ് ആക്ച്വലി. എനിക്കിപ്പോ അവളോട് ഒരു പ്രശ്നമില്ല. നിങ്ങളോട് എല്ലാരോടും ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. റെഡി? ആര് പറയണമെന്നുള്ളത് അർജുൻ പറയും. ആദ്യം ആരാണ് ഉത്തരം പറയുന്നതെന്ന് നോക്കാം. റെഡിയാണോ? ഓക്കെ, അർജുന്റെ ഏജ്. ഓക്കെ, ഫസ്റ്റ് ആരോട് ചോദിക്കണ്ടേ? അർജുൻ തന്നെ പറഞ്ഞു. ഓക്കെ, എന്റെ പേര് അഞ്ജിത. ഓക്കെ, അഞ്ജിത പറഞ്ഞോ. അർജുന്റെ ഏജ് 27. കറക്റ്റ് ആണോ? ഓക്കെ, അഞ്ജിത അവിടെ നിന്നോളൂ. നമുക്ക് അടുത്ത ചോദ്യം പോവാം, കാരണം ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ടങ് ട്വിസ്റ്റർ റൗണ്ടിൽ അർജുനോട് ചോദിച്ച ടങ് ട്വിസ്റ്റർ ഏതാണ്? എണീറ്റോ? ചേട്ടൻ തന്നെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ചേട്ടന്റെ പേരെന്താ? അതുൽ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണോ? റെഡ് ബൾബ് ബ്ലൂ ബൾബ് കറക്റ്റ് ആണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഗ്രാൻഡ് ഫിനാലയ്ക്ക് അർജുൻ ഇട്ട് ഷൂയുടെ കളർ ഏതാ? പറഞ്ഞു. ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അർജുൻ ജാൻമണിയായിട്ട് അഭിനയിച്ച ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ധരിച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രത്തിന്റെ കളർ? അയ്യോ, ഇതിൽ ഞാൻ ആരെയും തപ്പി കണ്ടുപിടിക്കും ഭഗവാനെ. അർജുൻ പറഞ്ഞോ? ഇത്രയും പേര് കൈ ഒരാളെ സെലക്ട് ചെയ്തോ? അല്ല, കുഴപ്പമില്ല, സാറില്ല. ഇത് അർജുന്റെ ഷോ ആണ്, അർജുൻ പറയണം. പറ്റില്ല, നമുക്കൊരു സമ്മാനം ഉണ്ട്. കൈ നല്ല നീട്ടി പൊക്കിക്കോ, അപ്പോഴേ അർജുന് കാണും. യെല്ലോ. ആരാണ്? പേരെന്താ? നീതു. ഓക്കെ, അപ്പൊ നീതു കൺഗ്രാറ്റ്സ്. ഇനി അർജുന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്ക് വേറെ ഏത് ടാസ്ക് ആണെങ്കിലും ആ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം. അർജുന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഗ്രീൻ കളർ. അവരാണ് ഫസ്റ്റ് കൈബുക്കിയെന്ന് തോന്നുന്നു. പേരെന്താ? എന്തൊക്കെയാ പറഞ്ഞേ അർജുന്റെ? കറക്റ്റായിട്ട് ഓർമ്മയില്ല, ചെറിയായിട്ട് പറഞ്ഞത്. നല്ല മുടിയുണ്ടായിട്ട്, നല്ല ഒരു വലിയൊരു കമ്മലൊരു ദേശി ടൈപ്പ് വലിയ പൊട്ടൊക്കെ ഇട്ടിട്ട്. കറക്റ്റ് ആണോ പറഞ്ഞത്? ഓക്കെ, ശരി, കൺഗ്രാറ്റ്സ്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ കേട്ടോ. അർജുനും ജാസ്മിന്റെയും തമ്മിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ അർജുൻ പറയുണ്ടായി ഡാഷ് വെച്ചിട്ടുള്ള ഒരു നോട്ട് ഉണക്കാൻ ഇട്ടിരിക്കുകയാണെന്ന്. അത് എത്ര രൂപയുടെ നോട്ടായിരുന്നു? ഓക്കെ, അവിടെ കറക്റ്റ് ആണോ? അർജുന് ഓർമ്മ പോലും ഇല്ല. എന്താ 10 lakhs ആയിരുന്നു. അതെ. ഓക്കെ, പേരെന്താ? ഫിദ. ഓക്കെ, ഇപ്പൊ എണീറ്റ് നിൽക്കാൻ പറഞ്ഞവരൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കാവോ? ഓക്കെ, നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ലെറ്റർ തരാം എല്ലാവർക്കും. അതില് നിങ്ങൾ അർജുന് ഒരു ലവ് ലെറ്റർ എഴുതണം. ഹാപ്പി ആയില്ലേ? നേരിട്ട് പറയാൻ പറ്റാത്ത ചേട്ടന്മാരും എഴുതിക്കോട്ടോ. ചേട്ടന് ഭയങ്കര നാണം, ഞാൻ പെൺകുട്ടികൾക്കൊക്കെ ലവ് ലെറ്റർ കൊടുക്കും. എനിക്കല്ല, അർജുന്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ചേട്ടന്മാര് പറയുന്ന 2 ഗേൾസ് എഴുതട്ടെ. ചേട്ടന്മാരുടെ ഇഷ്ടമാണ്. റെഡിയാണോ? പിന്നെ എപ്പ റെഡി? കൊടുക്കുന്ന അർജുനല്ലേ. ചേട്ടൻ ആർക്കാ കൊടുക്കുന്നേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി? അതാരാ? എന്നെ എന്താ ഇത്ര നേരം വിളിക്കാഞ്ഞെന്ന് കാത്തിരിക്കായിരുന്നു. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഇതില് ബെസ്റ്റ് ആയിട്ട് എഴുതുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ട്. അല്ല, ലവ് ലെറ്റർ മുന്നേ കിട്ടിയിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. ശരി, അർജുൻ കൊടുത്തിട്ടുണ്ടോ? സത്യം? അർജുൻ എങ്ങനെയാ ബേസിക്കലി? പൈങ്കിളിയാണോ? റിലേഷൻഷിപ്പ് ഞാൻ റൊമാൻസ് ഒന്നും കാണിക്കാറില്ല. നോക്കിയേ, അടുത്ത ഷീറ്റ് വാങ്ങിക്കുന്നാ തോന്നണേ ലവ് ലെറ്റർ എഴുതാൻ. അല്ല, ബാക്കി ലവ് ലെറ്റർ ഒക്കെ ഡയറക്റ്റ് അഡ്രസ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് അയച്ചു കൊടുത്തോ? ഇതൊരു കോമ്പറ്റീഷൻ ആക്കി എടുത്തവരെ. കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? എഴുതി കഴിഞ്ഞ ആരെങ്കിലും? കോൺസെൻട്രേഷൻ കളയല്ലേന്നൊക്കെ ഞാൻ ഇറങ്ങി പോവാ. PSC പരീക്ഷയോ? ഇത് എക്സാം അല്ല, ഭയങ്കര ഡെഡിക്കേഷൻ ആട്ടോ. ഓക്കെ, ആരെയൊക്കെ കഴിഞ്ഞേ? പാർവതി. ആരെങ്കിലും പറഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടാണോ? ഇല്ല, മനസ്സിന്ന് എഴുതിയതാ? ഇങ്ങനെ കംബാക്സ് ഒക്കെ കാണില്ലേ, പിക്കപ്പ് ലൈൻസ്, അതിലൊന്നും എഴുതിയിരിക്കുന്നേ. എനിക്ക് അറിഞ്ഞൂടാ. ശരി, ഓക്കെ, വായിക്കാം. ഫീൽ വേണേ? വാട്സ്ആപ്പ്. ഞാൻ ആദ്യമായിട്ട് ഒരു ലവ് ലെറ്റർ എഴുതുന്നത്. ഇനി പിക്കപ്പ് ലൈനിലേക്ക് പോവാ. കഴിക്കാൻ കുബൂസ്, ബാത്റൂമിൽ കക്കൂസ്, നീയാണ് എന്റെ കുട്ടൂസ്.
പിന്നെ സങ്കല്പത്തിൽ പറഞ്ഞ പോലെ സാരിയിട്ട് കമ്മലിട്ട് ഞാൻ മതിയോ? മതിയോ അർജുൻ, പറയൂ. എന്നെ സ്വന്തം പാർവതി. അതെന്താ, സൂപ്പർമാൻ ആണോ? നറുട്ടോ ഓക്കെ ഹായ് പാർവതി. ഓക്കെ, അടുത്ത ആൾ ആരാ റെഡി ആയിരിക്കുന്നേ? അർജുൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? ഇല്ല, വയറിറങ്ങി ഇപ്പൊ തന്നെ ഫുൾ നിറഞ്ഞു. ഡിന്നറും വേണ്ട, സ്കിപ്പ്. അഞ്ജലി ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം ആണ് ലവ് ലെറ്റർ എഴുതുന്നത്. പക്ഷേതായിട്ട് ഒന്നും എഴുതാൻ പറ്റില്ല കാര്യമായിട്ട്. പക്ഷേ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ മൊമെന്റ് ഐ സോ യു. അതിൽ തന്നെ ഉണ്ട് എല്ലാം. ലവ് യു സ്മൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ബിഗ് ബോസ് ഇനിയിപ്പോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, കാണാനില്ല. റൊമാൻസ് വരട്ടെ. Dear Arjun, firstly congratulations for being the first runner-up, winning millions of hearts. പിന്നെ love your smile and attitude. Eagerly waiting for your movie. With love, Anjali. താങ്ക് യു സോ മച്ച് അഞ്ജലി. ലവ് ലെറ്റർ കൊടുത്തോളൂ. Straight from the heart ആണല്ലേ? Okay, അടുത്ത ആൾ ആരാ കംപ്ലീറ്റ് ചെയ്തിരിക്കണേ? ഷോ ചിരിച്ച് നാണിച്ചിട്ടൊക്കെയാ വരുന്നേ. അർജുൻ, ദേവികയുടെ മുഖത്തോട്ട് നോക്കൂ. ഹായ് ദേവിക. ദേവിക റൊമാൻറ്റിക് ആയിട്ട് ആ ലെറ്റർ ഒന്ന് വായിക്കാൻ പോവാ അല്ലേ ദേവിക? ആ ഫീല് വരണേ, ഞങ്ങൾക്ക് നാണാവണം. എന്റെ പ്രിയപ്പെട്ട അർജുനി, ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് സ്നേഹത്തിന്റെ കണ്ണുനീർ പൊഴിയും. ആ കരകര ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഗാന്ധഗന്ധർവൻ യേശുദാസിനെ ഓർമ്മ വരുന്നു. ആ ചിരി എന്റെ സാറെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഐ ലവ് യു. ശ്രീധുവിനെ അധികം നോക്കണ്ട. ദേവിക പൊളിച്ചു. ദേവിക മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ ഇതില്? ആദ്യമായിട്ടാണോ ലവ് ലെറ്റർ എഴുതുന്നത്? അർജുൻ എങ്ങനെയുണ്ട്? കിളി വരിക. കിളി പോയിരിക്ക. അല്ല, ലവ് ലെറ്റർ എങ്ങനെയുണ്ട്? താങ്ക് യു സോ മച്ച്. അതിലുണ്ട് എല്ലാം. അപ്പൊ എന്തായാലും താങ്ക് യു അർജുൻ. എല്ലാം സൂക്ഷിച്ചു വെച്ചോ, ഇനി കുറെ വരാനുണ്ട്. ഓക്കെ, അടുത്ത ആൾ ആരാ റെഡി ആയിരിക്കുന്നേ? ഓക്കെ, അഞ്ചിമ ഭയങ്കര ആക്റ്റീവ് ആട്ടോ. നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് എന്തൊരു സന്തോഷം. കണ്ണിൽ ആ തിളക്കം കാണുന്നുണ്ടോ അർജുൻ? ഓക്കെ, നമുക്കേ ആ ലെറ്റർ ഒന്ന് വായിക്കണം. പക്ഷെ അത് ഞാനോ അർജുനൊന്നും വായിക്കില്ല. അഞ്ജിത ഏത് ഫീലിലാണോ എഴുതിയത് ആ ഫീലിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് വായിച്ചേ. പ്രിയപ്പെട്ട അർജുനേട്ടാന്നാണോ? ഹേ അർജുൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കോട്ടയംകാരിയാണ്. ബിഗ് ബോസ് അല്ല ഫസ്റ്റ് ടൈം കണ്ടത്. ഐ എം എ ഫോളോവർ ഓൾസോ. ഒരു യെല്ലോ കുർത്തി ഇട്ടൊരു വീഡിയോ ഉണ്ട് പോസ്റ്റ് ചെയ്ത്, അതാണ് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത്. ആ ടൈം തന്നെ ഞാൻ ഫോളോ ചെയ്തു. ദെൻ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ വെയിറ്റിംഗ് ചെയ്തിരിക്കുമായിരുന്നു. ബിഗ് ബോസ് എപ്പോൾ വരുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് വൺ വന്നു, സെക്കൻഡ് വൺ വന്നു, തേർഡ് വൺ വന്നു. ഓരോ കണ്ടസ്റ്റൻസും വരുമ്പോഴത്തേക്കിനും അർജുന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ദെൻ 17th വന്നപ്പം ഐ റിയലി ലവ് യു. ശരി, നമുക്ക് എന്നാ അടുത്ത ലെറ്റർ ഉണ്ടോ? താങ്ക് യു സോ മച്ച്. അർജുൻ ആ ലെറ്റർ കൊടുത്തിട്ട് പൊക്കോ. ഓക്കെ, അടുത്ത ആൾ ആരാ റെഡി ആയിരിക്കുന്നേ? എന്താ പേര്? ഫിദ. ഫിദ. ഓക്കെ, ഹായ് ഫിദ. As I speak loud through the screen, I watching you every day. I fall in love with you. Today I got the chance to meet you in real. I got my dream fulfilled. I don't know to write a proper letter, but I love you so much. നൈസ്. താങ്ക് യു. താങ്ക് യു ഫിദ. ഇനി ലാസ്റ്റ് വൺ ആരാണ് ആ ലെറ്റർ എഴുതിയിരിക്കുന്നേ? വാ, നോവൽ ആയിട്ടാണോ വരുന്നേ? ആണോ? നിങ്ങൾ കാണുന്നുണ്ടോ ആ കണ്ണിലെ തിളക്കം? ഹായ് വാ. നീ ഇത് ഫസ്റ്റ് ടൈം ആണോ? എന്റെ പടച്ചോനെ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ആ ഷീറ്റ് ഫുള്ള് ബാക്കിയുള്ളവരൊക്കെ ഇത്ര എഴുതിയപ്പോ വേണ്ട, ഇത് മറ്റൊരാളുടെ ലവ് ലെറ്റർ വായിക്കുന്നത് തെറ്റല്ലേ. നീ ഇത് തന്നെ വായിച്ചോളൂ. വായ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് പറയൂ. കണ്ണിൽ നോക്കിയൊന്നും പറയാം. കണ്ണില് നോക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അർജുനെ കുറിച്ച് ഞാൻ എന്താ പറയുക? എൻ്റെ ലൈഫിൽ റീസെന്റ് ഇത്രയും ക്രഷ് തോന്നിയ വേറൊരാളില്ല. അർജുൻ്റെ ലുക്സ് കണ്ടിട്ടാണോ അർജുനെ എനിക്ക് ഇത്രയും ഇഷ്ടമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അർജുൻ ഫസ്റ്റ് കയറിയപ്പോൾ തൊട്ട് ഇറങ്ങുന്നവരെ എൻ്റെ എല്ലാ ദിവസവും സ്റ്റോറി അർജുൻ തന്നെയായിരുന്നു. പക്ഷേ അർജുൻ്റെ ലുക്സ് കൊണ്ടല്ല, അർജുൻ്റെ ക്യാരക്ടർ, അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. അർജുൻ്റെ ഫേവറേറ്റ് ഡയലോഗ് തള്ള സമ്മതിക്കില്ല ഒരു ടാസ്കിൽ. ഞാനത് റീസെൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ പിന്നെയും സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റയിൽ കാണാറുണ്ട്. പിന്നെ
സമാധാനിപ്പിക്കും. അതെ, ഇപ്പൊ ഇച്ചിരി സമാധാനം കിട്ടുന്നുണ്ടോ? അയ്യോ, goosebumps ആണോ? അയ്യോ, പിച്ച് നോക്കിയതാണ് സത്യാണോ എന്ന്. അർജുൻ പിടിച്ച പിന്നെ ആരാ എവിടെ വന്ന് നിന്നാലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ്. യു ആർ റിയലി സ്പെഷ്യൽ മാൻ. പിന്നെ നോറ, ജാൻമണി അവരെയൊക്കെ എന്ന് വെച്ചാൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഫുൾ എപ്പിസോഡ് ജിൻഡോ ചേട്ടാ ആ ഒരു വിളി എല്ലാം ഒത്തിരി സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ അർജുന്റെ ടാറ്റു ഞാനത് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. അതറിയാൻ താല്പര്യമുണ്ടോ എന്താണ് അതിൽ? മാതാപിതാ യു ആർ റിയലി ഫേവറേറ്റ്. ലവ് യു. ഓക്കേ, താങ്ക് യു. താങ്ക് യു. അടിപൊളിയായിട്ടുള്ള 5-6 ലവ് ലെറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആകെ കൺഫ്യൂഷൻ ആവുമല്ലേ? എല്ലാവരുടെ എഫേർട്ടിന് എനിക്ക് ഭയങ്കര എന്താ പറയാ, താങ്ക് യു സോ മച്ച്. ലവ് ലെറ്റർ ലൈക്ക് എന്താ പറയുക, എഫേർട്ട്. എനിക്ക് എഫേർട്ട് മാറ്റേഴ്സ് ഞാൻ എപ്പോഴും പറയും. എന്നെ കാണാൻ വന്നതിനും എനിക്ക് ലെറ്റർ എഴുതുന്നതും എനിക്കറിയാം ഇത്രയും സ്നേഹമൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ത്രൂ വേർഡ്സ് ആണെങ്കിലും ത്രൂ ഐ കോണ്ടാക്ട് ആണെങ്കിലും എനിക്ക് കിട്ടി കുറേ. ഈ 5 പേര് മാത്രമല്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി. സോ ഐ എം ഗ്രേറ്റ്ഫുൾ. ഓക്കേ അർജുൻ, പക്ഷേ ഈ 5 ലെറ്ററിൽ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയ? എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇപ്പം ലാസ്റ്റ് ആയിട്ടൊന്നും കുറേ അത്രയും എഫേർട്ട്, എല്ലാവരും എഫേർട്ട് ഇട്ടുണ്ട്. ഇപ്പം കുട്ടി ഭയങ്കര എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മറ്റേ കുട്ടി ഇവിടെ നിന്ന് വരച്ച് കണ്ടിട്ട് ആ ഒരു ഇതിൽ. ഐ മീൻ, പക്ഷെ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റീസെന്റ് വന്ന ലാസ്റ്റ് വന്നാണ്. ഓക്കെ, അർജുൻ നീതുവിനൊന്ന് എടുത്തു പൊക്കാവോ? ഞാൻ വിചാരിച്ചു വേണ്ടെന്ന് പറയാൻ പോവാന്ന്. Ready, 1, 2, 3 ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇഷ്ടമായ സമ്മാനം? എഫേർട്ടിനുള്ളതായില്ലേ? പിന്നെ അതിൽ കൂടുതലായത്. രാവിലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്, പക്ഷെ എനിക്ക് ട്രെയിൻ മിസ്സായി. പിന്നെ ബസ് വന്നിട്ട് ഇവിടെ വൈറ്റില് വന്നിട്ട് പിന്നെ കിട്ടുന്നില്ല. ഞാൻ ഓർത്ത് പ്രോഗ്രാം ഒക്കെ തീർന്ന് കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ചോദിച്ചു പിന്നെ പോകുന്ന നീ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലില്ല, ഞാൻ എന്തായാലും ഇന്നലെ ലീവ് എടുത്തിട്ട് ഓഫീസിലാണെങ്കിൽ ലീവ് ലെറ്റർ കൊടുത്തപ്പോ അർജുനെ കാണാൻ പോകുന്നപ്പോ എന്നോട് ബോസ് വരെ ചോദിച്ചു എന്തുവാ നീ ഇത്. അങ്ങനെ പക്ഷെ അത്രയും എഫേർട്ട് ഇട്ട് ഞാൻ ഓൾറെഡി ഇപ്പം ഈ ഒരു കുറച്ചാളും കൂടെ ഉള്ളു, 2 മാസം കഴിയുമ്പോൾ ഞാൻ പോവുക പുറത്തോട്ട്. അപ്പൊ എനിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് സിജു എന്റെ പപ്പയുടെ ഫ്രണ്ടിന് മോനാ, ഞങ്ങളുടെ വീടിന്റെ അടുത്താ. അവിടെ പോലും ഞാൻ പോയിട്ടില്ല. എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പൊ എനിക്ക് കാണാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയാലും ഒരുപാട് സന്തോഷം. ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും ഹാപ്പി. എന്നോട് നന്ദിയുണ്ടോ? നമുക്കേ സിജു ചേട്ടനെ ഇപ്പൊ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് ഇവരോടൊന്ന് ഹായ് പറയിപ്പിച്ചാലോ? എന്റെ ഫോണിൽ വിളിക്കാനോ? സിജോ ഒരു സാധനം കാണിക്കട്ടെ. അവിടെ ഉടുപ്പിടാ. തീപ്പൊരിക്ക് ഹായ്. ഹലോ. ഓ, സിജു ചേട്ടൻ നല്ല കുട്ടിയായിട്ട് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് വന്നോട്ടോ. സിജു ചേട്ടാ എല്ലാവർക്കും ഒരു ഹായ് പറയാമോ? എല്ലാവർക്കും ഹായ്. സിജു ചേട്ടാ, ഇതില് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് അർജുന്റെ ഫാൻസ് മീറ്റിലാണ്. ഇതില് സിജു ചേട്ടനും ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് സിജു ചേട്ടന് അർജുനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. അർജുനോട് 50 ദിവസത്തെ മാറ്റാണ് ചോദിക്കണ്ട. ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റേ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത. അയ്യോ, എന്നാലും ഇപ്പൊ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞാല് സിജു ചേട്ടൻ എന്ത് ചോദിക്കും? മറ്റേ സംസാരിക്കാൻ പറ്റാത്തതല്ല കേട്ടോ. അല്ല, നീ സമന്താക്കാനെ പോയിട്ട് എത്ര തവണയാണ് അവിടെ ഉമ്മ വെച്ചത്? പവർ റൂമിലെ സമന്താക്കാൻ നീ എത്ര തവണ രാത്രി ഉമ്മ വെച്ചു? പറഞ്ഞു. അത് ആർക്കും അറിയത്തില്ലല്ലോ, അത് മിക്കവർക്കും അറിയത്തില്ല. അവിടെ പവർ റൂമിൽ സമന്താക്കാട് ഫോട്ടോ ഇങ്ങനെ ആ സമന്താക്കാടെ ഫോട്ടോയില് ഒരു പൊട്ടൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരു
തരി തെറ്റാണ്ട് കറക്റ്റ് ആയിട്ട് അത് നെറ്റി എവിടെ, ചുണ്ടവിടെ, കണ്ണെവിടെ, മൂക്കെവിടെ എന്ന് ഇവനെ പോലെ വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞത് പവർ റൂമിലുള്ള സമന്തക്കയുടെ ഫോട്ടോയിൽ പോയിട്ട് ഇവൻ എല്ലാ ദിവസവും ഉമ്മ വെക്കുവാനെന്നാ പറഞ്ഞത്. എത്രയാണ് ഉമ്മ വെച്ചിട്ട് ഇതിന് ആൻസർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, അത് ആക്ച്വലി ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ ക്യാപ്റ്റനെ കയറി സാമന്തയുടെ ഫോട്ടോ ഞാൻ കൊണ്ട് പൊട്ടുണ്ട് കുത്തി correct ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തി. ഇപ്പൊ മഴ സ്കീ ഇരിക്കുന്ന സാമന്തക്ക് ഇപ്പോഴും ഇവിടെ പൊട്ടുണ്ട്. ഞാൻ വരുമ്പോൾ വരെ ഞാൻ കുത്തിയ പൊട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അർജുൻ കുത്തിയ പൊട്ടി ഇതുവരെ ആരും അഴിച്ചു ഇല്ല, കളഞ്ഞിട്ടില്ല. അവിടെ തന്നെ ഇരിപ്പുണ്ടത്. അപ്പൊ സിജു ചേട്ടാ, നമ്മളിവിടെ ഭാവി അർജുന്റെ വധുവിനെ നമ്മളിവിടെ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് സമന്തയ്ക്ക് എന്തെങ്കിലും വല്ല സാമ്യം ഉണ്ടോന്ന് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇതാണ് ആ ഫോട്ടോ. ഇവന്റെ മനസ്സിൽ മൊത്തം സമന്തക്ക ആയതുകൊണ്ട് സമന്തക്കയായിട്ട് ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ട്. സാമ്യമൊക്കെ ഉണ്ടല്ലേ? ആ സാരി കൊടുത്തിരിക്കുന്നേ കണ്ടോ? സാരി ഉണ്ട്, ഒരുപാട് മുടി. ഇവന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണോ? അല്ല, ഇവിടെ ഇരുന്നിട്ടേ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീപ്പൊരി തീപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ട് സിജു ചേട്ടനെ ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ടായിരുന്നു. എന്തേലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പൊ തന്നെ പറഞ്ഞോ. ഇല്ല, അവനല്ല, അവനാകുമ്പോ കുഴപ്പമില്ല. അവന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് തന്നെ അർജുൻ സ്കീ കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ സിജു ചേട്ടന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് തീപ്പൊരി സിജു എന്നാണ്. അതെ, ഞാൻ കണ്ടു. അല്ല, അപ്പൊ ഇവൻ ആദ്യം എനിക്ക് പറഞ്ഞത് 50 ദിവസം കഴിഞ്ഞ് അവൻ കത്തിക്കണമെന്ന് എനിക്ക് പറഞ്ഞായിരുന്നു. അപ്പം മറ്റേ ഞാൻ ആദ്യം സേവ് ചെയ്ത് അർജുൻ 50 പൊളിക്കുന്നതാണ്. പിന്നെ ഇത് മാറ്റിയിട്ട് ഞാൻ അർജുൻ സ്കീ മൂല എന്ന് എഴുതി. അർജുൻ സ്കീ മൂല, അങ്ങനെയാണ്. സ്കീ മൂല നല്ല പേരുകളാ. പറഞ്ഞത് നല്ല കാര്യാട്ടോ. അതായത് ഇപ്പൊ ലാൽ സാറിന്റെ കൈ പിടിച്ച് ആ സ്റ്റേജിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ചേട്ടനും അർജുനും അല്ലാതെ വേറെ ആരെയാണോ ഓപ്റ്റ് ചെയ്യാന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ തീപ്പൊരി സിജോയുടെ പേരായിരുന്നു പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ഓക്കെ. എന്തായാലും ഈ ഷോയില് ഭാഗമാവാൻ പറ്റിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. മാത്രമല്ല ഇവിടെ സിജു ചേട്ടന്റെ ഫാൻസും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സിജു ചേട്ടൻ ജോയിൻ ചെയ്തതിൽ ഒരുപാട് താങ്ക് യു. ബൈ ചേട്ടാ. ചേച്ചി കമോൺ ടു ദ സ്റ്റേജ്. നമുക്കൊരു ഗെയിം കളിക്കാം. കമോൺ. നമ്മൾ ആക്ച്വലി അമ്മയെ വെച്ചിട്ട് പ്ലാൻ ചെയ്തൊരു ഗെയിം ആയിരുന്നു. കാരണം ബിഗ് ബോസിൽ അമ്മയായിട്ടുള്ള ഗെയിം ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര രസമായിരുന്നു കാണാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അമ്മയല്ല. അതുകൊണ്ട് നമുക്ക് ചേച്ചി വെച്ചിട്ട് കളിക്കാം. ഓക്കെ. ഇതിലിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഇമേജ് വരും. ആ ഇമേജ് എന്താണെന്ന് ചേച്ചിയിലൂടെ അർജുന് കൺവേ ചെയ്യണം. അത് ഈസി ആണല്ലോ അല്ലേ? അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് കിട്ടും. ഓക്കെ, അവിടെ കളിച്ച് സെയിം ടൈപ്പ്. റെഡി ഫോർ ദാറ്റ്? ചേച്ചി റെഡി അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ചേച്ചി ഫോൺ വിളിച്ചിട്ടായിരിക്കും അർജുൻ എല്ലാം പറയുന്നേ. അപ്പൊ അറ്റൻഡ് ചെയ്താൽ മതി. ചേച്ചി ഫസ്റ്റ് ഇമേജ് LED വരും. അത് കണ്ടിട്ട് അതിനെ ഹിന്റ് കൊടുക്കാം. ഡയറക്ട്ലി പറയരുത്, ഇമേജസ് ചെയ്യാം. ഓക്കെ, കോൾ ചെയ്തോളൂ. അടിക്കട്ടെ, കുറച്ചു നേരം റിങ് ചെയ്യട്ടെ. ഹലോ അപ്പു, ഞാനൊരു കാര്യം പറയാം. അത് നീ എന്താന്ന് പറയണം. കറുത്തൊരു സാധനം ചാരി ഇരിക്കാം. അല്ല, നിനക്ക് കുറച്ച് ഫേവറേറ്റ് ആണത്. നമ്മുടെ വീട്ടിലുണ്ട്. നീ അത് വാങ്ങി വന്ന ഒരു ദിവസം. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് വിനു അതിന്റെ നൂലഴിച്ച് അതിന്റെ അകത്ത് യെസ്. ഹലോ, എടാ നീ ജിമ്മിൽ പോയിട്ട് വരുമ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാറുണ്ട്. വെള്ളമാണോ? അല്ല, ചില സിറ്റുവേഷനിൽ നിനക്ക് വില കൂടുതലായിട്ടൊന്നും വാങ്ങാറില്ല. പോമോഗ്രാനേറ്റോ? ഇതായിരുന്നു അവിടെ ബിഗ് ബോസില് ഏകദേശം അതിന്റെ അടുത്ത് വരുന്നൊരു ഫ്രിഡ്ജിൽ വെക്കുമ്പോ തണുക്കുമല്ലോ. അല്ല, അതായത് നമ്മൾ അധികം വാങ്ങാറില്ല. നീ അത് അധികം കഴിക്കാറില്ല. ഭയങ്കര റയർ ആയിട്ടാ വാങ്ങാറുള്ളൂ. അല്ല, ഡ്രാഗൺ ഫ്രൂട്ട് അല്ല. വേണമെങ്കിൽ ആലോചിച്ചു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണൂടെ നോക്കാം അല്ലേ? ചേച്ചി നോക്കിക്കോളൂ. ഇതെങ്ങനെ പറയും? ഹലോ എടാ, പറയാ, നീ ബിഗ് ബോസിൽ കേറിയപ്പോ ഒരു 1-2 വട്ടം അങ്ങനെ ആയി. അത് വെളിയിൽ നമുക്ക് അല്ല അങ്ങനെ ഒരു പേര് വന്നിരുന്നു ഇടയ്ക്ക്. പക്ഷെ അത് നീ ഇപ്പൊ ഉദ്ദേശിച്ചത് അതല്ല. ഇപ്പൊ ഈ പിക്ചറില് അത് മീൻസ് ആ ഒരു കാര്യം കേറിയപ്പോഴാണ് നീ
കുറച്ചുകൂടി നമ്മളത് പൊതുവെ പറയാറുണ്ട്, ഒരാള് ഇങ്ങനെ ആവുമ്പോ ഭയങ്കര തട്ടുപുറാണോ? അല്ല, സിജോ ഇടയ്ക്ക് പറയും അത് തീയോ? തുപ്പും തുപ്പും ഏസൻ. ഓ തീയോ, തീപ്പൊരി സിജോ. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ടഫാണോ? പറഞ്ഞു കൊടുക്കാൻ ടഫായിരുന്നോ? ടഫ് ഇല്ലായിരുന്നു. ഇല്ലായിരുന്നല്ലേ? പക്ഷെ അത് നമുക്കൊന്ന് നോക്കാം, തിരിച്ചു നോക്കാം അല്ലേ? അർജുൻ, ആ ബ്ലൈൻഡ് ഫോൾഡ് ചേച്ചിക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഐറ്റം. നോക്കുന്നോ, കാണുന്നോ? ഹലോ, അപ്പു പറയടാ. ഹായ്. ഹായ്. ഓക്കെ, ഇത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് നമ്മൾക്ക് എയറിലൂടെ മാത്രമേ അതിന് പ്ലേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. കാറ്റടിയോ? ഫ്ലൂട്ട്. വേറെ എയറിലൂടെ പണ്ട് കുഞ്ഞുമോൻ ചേട്ടായി സാധനം വെച്ച്. ഓക്കെ, മറ്റേ നെക്സ്റ്റ് ഫോട്ടോ നോക്കാം. ഹലോ, പറയടാ. സാരിയുടെ സ്ലിറ്റ് പോകാതിരിക്കും, പിന്നെ എന്താ ചെയ്യാ? സാരി ഉടുക്കാതിരിക്കും. പിൻ. ഓക്കെ, മതി അല്ലേ? രസമുണ്ടായിരുന്നല്ലേ? ടാസ്ക് എൻജോയ് ചെയ്തോ? ഈസി. പക്ഷെ ചേച്ചി പോവാൻ വരട്ടെ. നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ജുജുബി പണിയല്ലേ? നമ്മൾ വേറൊരു ഗെയിം കൂടെ തരാം. നിങ്ങൾക്ക് ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കും അതുപോലെ ജിം ഭയങ്കര ക്രേസ് ഉള്ള ഒരു സംഭവം അല്ലേ? അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സംഭവം തരാം. പ്രോപ്പർട്ടി പ്ലീസ്. രണ്ടുപേർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം. പ്രോപ്പർട്ടി മനസ്സിലായല്ലോ? ഇതിന്റെ പേരെന്താ? പുലാവോ? റിങ്. അത് മതി. അർജുൻ പിടിച്ചോളൂ. വട്ടം. ഇത് കറക്കാൻ അറിയോ? അറിയൂലേ? അയ്യോ, നിങ്ങൾ ഭയങ്കര ജിംനാസ്റ്റിക് ഫാമിലി അല്ലേ? ചേട്ടാ കേട്ടോ? അറിയില്ല, ജിമ്മിൽ ഇതില്ലേ? അയ്യോ സോറി, തെറ്റായ ഇൻഫർമേഷൻ. ചേട്ടന് കൂടുന്നോ? അയ്യോ ചേട്ടനില്ലെന്ന്. ഓക്കെ, അപ്പൊ ടാസ്ക് എന്താണെന്ന് വെച്ചാല്, ഓക്കെ, നമ്മളെ ഇവർ രണ്ടുപേരിലെ ഏറ്റവും മികച്ച ജിംനാസ്റ്റിക് ആരാണെന്ന് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോവാണ്. റെഡി അല്ലേ? അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നേരം റൗണ്ട് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഓക്കെ, രണ്ടുപേരും വിട്ടു കൊടുക്കരുത്. ഓക്കെ, ആരാണ് ബെസ്റ്റ് ജിംനാസ്റ്റിക് എന്ന് നോക്കാം. സോ 3, 2, 1 ഗോ. അയ്യോ, അല്ലല്ല, വൺ മോർ ടൈം. ഒരു ചാൻസ് ഒന്ന് കൊടുക്കാം. അയ്യോ, ഇതിങ്ങനല്ലേ? ഇതിങ്ങനെ നല്ലടാ. ഓക്കെ, ഒരു മിനിറ്റ്. റെഡി, 1, 2, 3 ഗോ. ഓ, അർജുനാണ് കുറച്ച് സെക്കൻഡ്സ് അല്ലേ? ഓക്കെ, അർജുൻ വിൻ ചെയ്തില്ലേ? ഷഷ്ടാംഗം നമിച്ചു. അയ്യോ, ഇത് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ചൊല്ലിട്ടിരിക്കുന്നു. ഇത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ വിൻ ചെയ്തത് അർജുനാണ്. ക്ലാപ്സ് പ്ലീസ്. What is the next plan? ആക്ച്വലി ബിഗ് ബോസിനകത്ത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ള ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ മാനാണ് മിഷൻ എപ്പോഴും പറയും. എൻ്റെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു ബിഗ് ബോസ്. അത് കുറച്ച് വർഷം മെനക്കെട്ടിട്ടാണ് അടുത്തത്. അപ്പൊ അടുത്തത് ഇതിൽ നിന്ന് കിട്ടുന്നതിൽ ആക്ടിങ് തന്നെയാണ് എനിക്കും താല്പര്യം. എനിക്കൊരു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആവാൻ താല്പര്യമില്ല. ഞാൻ സെലിബ്രിറ്റി അല്ല, ലൈക്ക് എനിക്ക് ലൈഫ് കുറെ എക്സ്പ്ലോർ ചെയ്യണം. ലൈക്ക് ഇത് വി ഓൺലി ലിവ് വൺസ് എന്നല്ലേ, ഒരു ജീവിതമേ ഉള്ളൂ. അതിങ്ങനെ ഒരു ഒതുങ്ങിക്കൂടി ആരും അങ്ങനെ എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ ദൈവം ഇത്രയും സൃഷ്ടിച്ചത് നമുക്ക് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനല്ലോ, നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അത് കലാപരമായാലും കായികപരമായാലും കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. എനിക്ക് ഓഫ് കോഴ്സ് ആക്ടിങ്, എനിക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി എപ്പോഴും പറയും എന്റെ മകനെ എപ്പോഴും സ്ക്രീനിൽ കാണണം. അപ്പം ഞാൻ ഒന്നും കണ്ടില്ല. സ്ക്രീൻ ബിഗ് സ്ക്രീൻ. അപ്പൊ ഞാൻ എപ്പിസോഡ് ഒന്നും ഞാൻ കണ്ടില്ല. എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇതിന്റെ ഡാൻസ് കളിക്കുന്നത് കാണണം. കുറെ മൊമെന്റ്സ് ഉണ്ട്, എനിക്കത് കാണണം. ഞാൻ ഇത് ഡാൻസ് ഒന്നും ഇങ്ങനെ കളിച്ചില്ല, അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണണം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം കാണാൻ താല്പര്യം. അല്ലാതെ എനിക്ക് ഫുൾ കാണില്ലായിരിക്കും. കാണാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? കാണാൻ ആഗ്രഹമില്ലാത്ത ഓഫ് കോഴ്സ് എനിക്ക് എവിക്ഷൻ, എനിക്ക് എല്ലാവരോടും കണക്റ്റഡ് ആവും പെട്ടെന്ന്. ഇഷ്ടമുള്ളവര് പോകുമ്പോൾ എനിക്ക് സിജോ പോയതാണ്, എപ്പിസോഡ് ഒന്നും അപ്പൊ കാണില്ല. സിജോ പോയാലും ശ്രീതു പോയാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഓരോരുത്തരും അപ്സര പോയതാണെങ്കിലും ശരണ്യ പോകുന്നതാണെങ്കിലും സുരേഷ് ഏട്ടൻ പോയതാണെങ്കിലും എല്ലാവരും പോകുമ്പോൾ പെട്ടെന്നൊരു പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഞാൻ തന്നെ ബിഗ് ബോസ് കണ്ടിട്ട്. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, അതായത് ഇന്നലെ ഹൻസിബിത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു, വിഷ് ചെയ്തായിരുന്നു? ഞാനാണ് അവളെ ആദ്യമേ അവിടെ വന്നപ്പോഴേ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞത്. ആണോ? അന്ന് അത് ഞാനാണ് തുറന്നത്, അലമാര തുറന്നപ്പോഴത്തേക്ക് കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് അവിടെ അറിഞ്ഞത് ആക്ച്വലി. വിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ് ചെയ്തു. ഹൻസിബിത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൻസിബിത്തയ്ക്ക് ഒരുപാട് വിഷമം തോന്നി, കാരണം അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത്. ആ വിഷമത്തിന് കാരണം എന്താ? ഞാൻ വീഡിയോ ആക്ച്വലി ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല ആക്ച്വലി. ഹൻസിബിത്ത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി, അർജുൻ എന്തോ മീൻസ് അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത്, അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. എനിക്ക് അഞ്ചു മാത്രമല്ല വേറെ ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷനെ പറ്റി. ഞാൻ ഗെയിം എന്നുള്ളത് അതോട് വിട്ടു, അത് ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേന് റീസൺ വേണം, അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ഓഫ്കോഴ്സ് ഒരാൾ ഓപ്പർച്യൂണിറ്റി കളയണ്ടല്ലോ. ഞാൻ തന്നെ കുറെ കഷ്ടപ്പെടാൻ കയറി നിൽക്കും, ഒരു സമയത്ത് വേണ്ട നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഓഫ്കോഴ്സ് ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യും. അതല്ലാതെ എനിക്ക് ഇപ്പം അൻസിബയായിട്ട് എനിക്ക് അൻസിബ എന്നല്ല, എനിക്ക് ഇവിടെ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ നോമിനേറ്റ് ചെയ്തതിൽ ഇപ്പം കംപ്ലൈന്റ് ചെയ്യാൻ എനിക്ക് ഓക്കെ, അത് അവർക്ക് ഹേർട്ടായി കാണും. മേ ബി എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ഇതുവരെ എനിക്കറിയില്ല. ഞാൻ അവിടെ കഴിഞ്ഞത് അവിടെ തന്നെ വിട്ടു. ഞാൻ അവിടെ പറയുന്ന പോലെ ഞാൻ തല കയറ്റാറില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത്ര ചില്ലായിട്ട് ജോലി ചെയ്ത് നടക്കുന്നത്. കുറെ പേര് അവിടെ നിന്ന് എന്തൊക്കെ പറയും, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എനിക്ക് ഹേർട്ട് ആവത്തൊന്നുമില്ല. ഈ ബിഗ് ബോസ് സാരി കൊടുത്ത് എയർപോർട്ടിൽ ആണോ? ശരി, അതത്രേ ഉള്ളൂ. ചിലപ്പോ ഹേർട്ട് ആയത് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, പക്ഷെ അത് പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എന്തായിരിക്കും, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും. ടിഷ്യൂ പേപ്പർ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു, ജോലി ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. നമ്മൾ അന്നേരം നമ്മൾ ഈ സംഭവം കാണുന്നുള്ളൂ, നമുക്ക് അവിടെ ഇത്രയും ക്യാമറ നിങ്ങൾ പലതും കാണുന്നതായിരിക്കും, നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതായിരിക്കും. ആ പെർസ്പെക്റ്റീവ് ചിന്തിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ റൂമിൽ അല്ലെങ്കിൽ പറയും. ശരി, നമുക്ക് ഇനി ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അർജുനോട് ഡയറക്റ്റ് ചോദിക്കാനുണ്ടോ? ഹായ് അർജുൻ. ഹായ് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ഇന്ന്, ബിക്കോസ് അർജുൻ്റെ ഫാൻ മാത്രമായിട്ടല്ല, അർജുൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ്. ഞാൻ ഇന്ന് അതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എല്ലാവരും അർജുനിൽ ഉറ്റുനോക്കി കാണുന്ന അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ നേരിട്ട് കണ്ട കുറച്ച് ആൾക്കാരിൽ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അർജുൻ്റെ ആ കഷ്ടപ്പാടും കോവിഡ് സമയത്ത് ജിം ഒന്നും ഓപ്പൺ അല്ല അന്നും, അല്ലേ? ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഇത് ഞങ്ങളുടെ ജിമ്മേറ്റ്സ് ആണ്, അർജുൻ്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ കോട്ടയത്ത് ഞാൻ ജിമ്മിൽ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ ഇന്ന് രാവിലെ വിളിച്ച്, നമ്പർ തന്നെ ഇല്ലായിരുന്നു, കുറെ വർഷങ്ങൾക്ക് ശേഷം എന്നെ രാവിലെ വിളിച്ചിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എക്സൈറ്റഡ് ആയി അമ്മമാരെ കണ്ടപ്പോഴും. അമ്മമാരൊക്കെ രൂപമൊക്കെ മാറി ഒരുപാട് വർഷം. അവൻ ശരിക്കും മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇവൻ മിസ്റ്റർ കേരള, ഞാൻ ഇവന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റിയിരിക്കില്ലേ, മിസ്റ്റർ കേരള അടിച്ച് ഇവൻ കോട്ടയത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇന്ന് ഇത്രയും ദൂരങ്ങൾ താണ്ടി നിന്റെ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് തൊട്ട് ഇത് നിന്റെ ഫൈനൽ സ്റ്റെപ്പ് അല്ല, എനിക്കും അറിയാം. ബട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ തിരിച്ച് ആ പുറകോട്ടുള്ള ലൈഫിലോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു നിനക്ക് നിന്നെപ്പറ്റി? ഞാൻ എപ്പോഴും ഐ ഫീൽ പ്രൗഡ് ആക്ച്വലി. ഞാൻ അത്രയും കഷ്ടപ്പെട്ട്, എനിക്കറിയാം നമ്മളിപ്പോൾ 1-2 കൊല്ലം ചെയ്താൽ കിട്ടണമെന്നില്ല. ഇപ്പം കുറേ വർഷങ്ങൾ മെനക്കിട്ട് അതിനു വേണ്ടി തന്നെ ഫോക്കസ്ഡ് ആണ്, ഉറപ്പായിട്ടും കിട്ടും. അത് ഇന്ന കാര്യമൊന്നുമില്ല. ഇപ്പം ആദ്യത്തെ 2 വർഷം ഒന്നും കിട്ടി, ചിലർക്ക് ആദ്യം കിട്ടുന്നത് കിട്ടുമായിരിക്കും, എനിക്ക് കിട്ടിയില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതങ്ങനല്ല, എല്ലാവർക്കും ശരിയാവും, കുറേ ടൈം എടുക്കും. നമ്മൾ അതിനു വേണ്ടി തന്നെ മെനക്കിട്ട് ഇറങ്ങുകയാണെങ്കിൽ മെനക്കിട്ട് അതിനു വേണ്ടി തന്നെ ഇറങ്ങുക. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറെ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, കുറെ കരയേണ്ടി വരും, കുറെ ത്യജിക്കേണ്ടി വരും. ബട്ട് നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ, അത് നമ്മൾ മെന്റലിയും ഫിസിക്കലിയും നമ്മൾ അതിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. സോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതിന്. സംഭവിക്കുന്നതെല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ആർക്കാ ചോദിക്കാനുള്ള? ശരിക്കും ഞാനല്ല, എന്റെ ഗേൾ ഫ്രണ്ട് ആണ് അർജുന്റെ ഫാന്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങ് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ അശ്വിനേച്ചിയുടെ ഭയങ്കര ഫാനാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അർജുനൊരു ഭാഗ്യം ലഭിക്കുകയാണ്. അതായത് ബിഗ് ബോസിൽ അർജുനും ജിൻഡോയും ഒഴിച്ച് ബാക്കി ഏത് കണ്ടസ്റ്റിനെയും വിന്നർ ആക്കാൻ, അതായത് ചൂസ് ചെയ്യാനൊരു ഭാഗ്യം ലഭിക്കുകയാണ്. അപ്പം ഏത് കണ്ടസ്റ്റിനെ ചൂസ് ചെയ്യും, അത് എന്തുകൊണ്ട് യൂസ് ചെയ്യും, ആ കാരണം? സിജോയ് ചൂസ് ചെയ്യും. എനിക്ക് റീസൺ എന്ന് പറഞ്ഞാൽ
അവൻ സർവൈവ് ചെയ്ത ഒരു രീതിയുണ്ട്. അവനെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അവനൊരു ഒരു പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. ആ പ്രോസസ്സിൽ ഒബ്വിയസ്ലി ഞാനും പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അത് ഒറ്റയ്ക്ക് അനുഭവിക്കാന്ന് പറഞ്ഞ ഇതാ. പിന്നെ തിരിച്ചൊരു ഞങ്ങൾ അവനെ കളിയാക്കും, പോരാളി തീ എന്നൊക്കെ പറയും, വെറുതെ കളിയാക്കുന്നതാണ് ആക്ച്വലി. അവൻ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വിന്നിങ് സംഭവമാണ്. എന്നെ കെട്ടിപ്പിടിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിച്ചൊരു സംഭവത്താണ് പിന്നെ ഫൈനൽ 5 എന്ന് പറയുന്നത്. അപ്പോൾ അവൻ അവിടെ വന്നിരുന്നെങ്കിൽ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവനെ ഞാൻ കുറെ ഇപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ അവനെ സേവ് ചെയ്തിട്ടൊക്കെ തീപ്പൊരിച്ചു സേവ് ചെയ്തിട്ട്. ഓഫ്കോഴ്സ് ഞാൻ അല്ലെങ്കിൽ അജിൻ്റെ ചേട്ടനും അല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവനെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇവിടെ ഒരുപാട് ദൂരം നിന്ന് വന്നവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. കാരണം അർജുനൊന്ന് നേരിട്ട് കാണാൻ പറ്റുക, ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇത്രയും ആഗ്രഹിച്ച് ഇത്രയും ദൂരം, മഴയൊക്കെയാണ് എന്നിട്ട് പോലും ഇവിടെ എത്തിയത്. അപ്പോൾ അർജുന് അവരോട് എന്താ പറയാനുള്ള ലാസ്റ്റ് ആയിട്ട്? ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം. എന്താ പറയാ, നന്ദി, എന്നും നന്ദി. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നെ കാണാൻ ആൾക്കാർ ഇവിടെ വരുന്നു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, കുറെ വേറെ സ്ഥലത്തു നിന്നൊക്കെ വരുന്നു. സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഡ്രീമിൽ പോലും കണ്ടിട്ടില്ല. എനിക്ക് സിനിമയെ കാരണം അത്രയ്ക്ക് ഫാൻസ് ഉണ്ടാവണമെന്ന് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എത്രയും അത് ഞാൻ എന്താ പറയാ, പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും എനിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് ഇട്ടിട്ടും ഭയങ്കര ലൈക്ക് 1000 നന്ദി. ഞാൻ എന്നും എല്ലാവരും കടപ്പെട്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉള്ളത് നീതൂസ് അക്കാഡമി, അതായത് ദ ബെസ്റ്റ് IELTS ആൻഡ് OET ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ നീതൂസ് അക്കാഡമിയോടും ഒരു ബിഗ് താങ്ക്സ്. കാരണം അവർ കാരണമാണ് അർജുൻ ഇന്ന് ഇത്രയും പേരുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഇങ്ങോട്ട് വരുന്നതിൽ. അതെ, മാത്രമല്ല അർജുനോടും ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ താങ്ക് യു സോ മച്ച്. സോ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വന്നവർക്ക് എല്ലാവർക്കും വീണ്ടും സന്തോഷം. എല്ലാവർക്കും സ്വപ്നം കാണുക, നന്നായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് പറക്കുക. ചിലപ്പോൾ കിട്ടായിരിക്കാം, ചിലപ്പം കിട്ടും, പക്ഷെ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നം നിറവേറും. നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ലവ് യു ഓൾ, ലവ് യു ഓൾ. താങ്ക് യു. Okay, അപ്പോൾ Behind Woods presents 100 Days of Love Arjun's Fans Festival supported by Needus Academy, the best IELTS and OET Institute in India. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ. Behind Woods presents 100 Days of Love Arjun's Fans Festival supported by Needus Academy, the best IELTS and OET Institute in India.